ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലും മഴയൊക്കെ മഴയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല മഴ ഉണ്ടെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കണം കേട്ടോ. സോ നമ്മൾ എന്തായാലും 9 PM നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, എല്ലാവരും വീട്ടമ്മമാരും അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്രീ ടൈം, എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഫ്രീ ടൈം നമുക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയം നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും കുറച്ച് പേരും കൂടി ഒക്കെ ജോയിൻ ചെയ്യാനുണ്ട്. ആളുകൾ ജോയിൻ ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്യട്ടെ, നമുക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. കേൾക്കാമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ കേൾക്കാമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയണേ. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം കേട്ടോ. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ആളുകൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ആവട്ടെ. സോ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ 1-2 സ്ക്രീൻ എന്താ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത ആളുകൾ കുറച്ചും കൂടി എണ്ണമായതിനു ശേഷം എന്ത് ചെയ്യാം, ഡീറ്റെയിൽസുകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ 40 ആളുകളോളം ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ 100 പേരൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ചില അസൗകര്യങ്ങളൊക്കെ കാരണം ചില ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. 50 ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു പോവേണ്ടതുണ്ട്. സോ LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ലൈവില് ചർച്ച ചെയ്യുക. വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നമ്മുടെ LD ക്ലർക്കിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. സോ ആ പരീക്ഷയിൽ നമുക്ക് ആദ്യ റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കണം തയ്യാറാവേണ്ടത്? കറകളഞ്ഞ രീതിയിൽ, ആദ്യ റാങ്കുകളിൽ നമ്മൾ ഉൾപ്പെടുന്ന രീതിയിൽ, നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, സമരങ്ങളൊന്നും ചെയ്യാതെ ജോലി കിട്ടുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇന്ന് ഈ ലൈവിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ മുഴുവൻ വിവരങ്ങളും നമ്മൾ പറയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യവും മിക്സായി പോകരുത്. സോ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും ഇത് കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവും. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50 മുകളിലുള്ള ആളുകളായിട്ടുണ്ട്. സോ LDC പരീക്ഷ 2027 നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോ നമ്മളുള്ളത് 2026 ഓഗസ്റ്റ് മാസത്തിലാണ്. സോ നമുക്കറിയാം LDC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2026 ഡിസംബറോട് കൂടിയിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കറിയാം അത് ഡിസംബറിൽ തന്നെ വരാനാണ് സാധ്യത. കാരണം PSCയുടെ ഏജ് കണക്കാക്കുന്നത് ജനുവരി വെച്ചിട്ടായതുകൊണ്ട് എന്തായാലും ഡിസംബറിൽ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കറിയാം നിലവിൽ യോഗ്യത എന്ന് പറയുന്നത് 10th തന്നെയാണ്, SSLC തന്നെയാണ്. ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, സാർ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിലവിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല. മാറ്റം വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തായാലും 10th പാസ് ആയിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഏജ് ലിമിറ്റ് ആണ്. നമുക്കറിയാം PSC ഇപ്പോ ഏജ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. മുമ്പ് ജനറൽ കാറ്റഗറിക്ക് 36 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറിക്കാരുടെ വയസ്സെന്ന് പറയുന്നത് 40 വയസ്സാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം. സോ എന്താണ്, 40 വയസ്സാണ്
ഇപ്പൊ ജനറൽ കാറ്റഗറിയുടെ ഏജ് കേട്ടോ. തുടക്കം മുതൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. അറിയുന്ന ആളുകൾ ഉണ്ടാവും, സോ അറിയാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. സാറ് ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയോ, യോഗ്യതകളെ കുറിച്ച് പറയോ, എങ്ങനെ തുടങ്ങണം. സോ അത് മുഴുവൻ നമ്മൾ ഈ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, വിശദമായിട്ട് നമ്മൾ പറയും. സോ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സഹകരിക്കുക. സോ ഏജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. നമുക്കറിയാം ഏജ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സാണ്. എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത് പോലെ തന്നെ OBC-ക്കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാവും. സോ അവർക്ക് 43 വയസ്സ് വരെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ SC/ST-ക്കാർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 45 വയസ്സ് വരെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്നാണ് നമ്മൾ ഈ പരീക്ഷ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്നാണ് നമ്മൾ പരീക്ഷ എക്സ്പെക്ട് ചെയ്യേണ്ടത്? സോ നമുക്കറിയാം 2025 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. കഴിഞ്ഞ പരീക്ഷയുടെ 2025 മാർച്ചിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 2024 ഒക്ടോബറിലാണ് ഇതിന്റെ പരീക്ഷ നടന്നുള്ളത്. സോ നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് നമുക്കും പരീക്ഷകൾ വരാൻ സാധ്യത. സോ 2027 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പരീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഒക്ടോബർ മാസം തന്നെ ആയിരിക്കും. 2027 ഒക്ടോബർ മാസത്തിൽ തന്നെ ആയിരിക്കും. സോ ഇതിന്റെ എക്സാം 2027 ഒക്ടോബറിൽ നടക്കും. നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2026 ഡിസംബറിലും നടക്കും കേട്ടോ. ഇതൊക്കെ ഇതിന്റെ സാഹചര്യമായിട്ട് നടന്നു പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോട്ടിഫിക്കേഷൻ വരുന്നതും പരീക്ഷ നടക്കുന്നതും ഒക്കെ ഇതെന്തോയാലും നടക്കും. നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കണ്ട, എക്സാം ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കണ്ട. കാരണം കടുത്ത മത്സരം നടക്കുന്ന ഒരു മത്സര പരീക്ഷക്കാണ് നമ്മൾ തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനോ എക്സാം ഡേറ്റോ ഒന്നും വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. സോ എന്തായാലും എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം കേട്ടോ. സോ നമ്മൾ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, എന്നാണ് എക്സാം ഡേറ്റ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു, ഏജിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇനി LDCയുടെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെ ആയിരിക്കണം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. LDC നമ്മൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു 2027 ഇതിന്റെ നോട്ടിഫിക്കേഷനും എക്സാമും നടക്കും. സോ അതിന് മുമ്പായിട്ട് ആദ്യ റാങ്കുകൾ കിട്ടുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം? സോ നമ്മൾ ഈ സെമിനാറിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഠനം നമുക്ക് എങ്ങനെ തുടങ്ങണം. തുടക്കം മുതലുള്ള ആളുകൾ ഉണ്ടാവും, മുമ്പ് പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാവും. സോ തുടക്കക്കാരെ കൂടി ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പൊ പഠനം നമ്മൾ ബേസ് മുതൽ എങ്ങനെ നമ്മൾ തുടങ്ങണം? ഇനി ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് LDC പരീക്ഷ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുമോ? പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാം, പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അല്ലെ. അപ്പൊ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം നമ്മൾ ഈ സെമിനാറിൽ ചർച്ച ചെയ്യും. എന്തൊക്കെ പഠിക്കണം അല്ലെ, ഇനി എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറായി നിന്നു. എന്താ നമ്മൾ പഠിക്കേണ്ടത് അല്ലെ, എന്ത് കാര്യങ്ങൾ പഠിക്കണം? സോ എങ്ങനെ പഠിക്കണം? നമുക്കറിയാം പഠിക്കേണ്ട കാര്യങ്ങൾ കിട്ടി അല്ലെ. എങ്ങനെ പഠിക്കണം മനസ്സിലായത്? പഠിച്ചു തുടങ്ങാം. ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഇത് ഞാൻ പഠിച്ചെടുക്കേണ്ടത്, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കറിയാം ഇപ്പൊ കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വിജയത്തിലേക്ക് എത്താനുള്ള മികച്ച ഒരു തന്ത്രം എന്താണ്? സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ലൈവ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വിഷൻ PSCയിലേക്ക് സ്വാഗതം. എന്റെ പേര് വാജിദ് എന്നാണ്. വിഷൻ PSC നിലമ്പൂർ ചുങ്കത്തറ ബ്രാഞ്ചാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. സോ നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അതിൽ നിലമ്പൂർ ചുങ്കത്തറ ബ്രാഞ്ച് ഞാൻ കൈകാര്യം ചെയ്യുന്നു. സോ ഓഫ്ലൈൻ ആയിട്ട് നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ട് കൂടി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ ആയിട്ട് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൂടി വിശദമായിട്ട് LDCയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷൻ PSCയിലേക്ക് ഈ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്കും കൂടി വായിക്കാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടി മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് കൃത്യമായ രീതിക്കുള്ള ഒരു ലക്ഷ്യബോധം വേണം അല്ലെ. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ ജോലി എന്നുള്ളതിനുപരി നമുക്ക്
കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. ഞാൻ അടുത്ത് വരുന്ന LD ക്ലർക്കിന്റെ പരീക്ഷയിൽ എനിക്ക് ആദ്യ റാങ്കിൽ വരാൻ വേണ്ടി സാധിക്കണം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം. എന്റെ സാഹചര്യം അത്രക്കും പ്രശ്നമാണ്. എനിക്കൊരു ഗവൺമെന്റ് ജോബ് കിട്ടിയേ തീരൂ. അടുത്ത LDC പരീക്ഷ, അതാണ് എന്റെ കൃത്യമായ ലക്ഷ്യബോധം എന്ന് പറയുന്നത്. സോ കൃത്യമായ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് വേണം. ലക്ഷ്യബോധം മാത്രം മതിയോ? ലക്ഷ്യബോധം മാത്രം മതിയോ? പോരാ. എന്തും കൂടി വേണം. തികഞ്ഞ ആത്മവിശ്വാസം വേണം. എനിക്ക് ഈ LD ക്ലർക്കിന്റെ പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും, ഞാൻ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള തികഞ്ഞ ഒരു ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാവണം. കേട്ടോ, ക്ലിയർ ആണല്ലോ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ലക്ഷ്യബോധവും വേണം, തികഞ്ഞ ആത്മവിശ്വാസം വേണം. നിങ്ങൾ വെറുതെ കുറെ ആളുകൾ PSCക്ക് തയ്യാറാകാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാനും കൂടി എന്ത് ചെയ്യാം, ഒന്ന് പോയി നോക്കാം അല്ലെ. എനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ PSCക്ക് വേണ്ടി തയ്യാറാവരുത്. കാരണം നിങ്ങളുടെ ടൈം വെറുതെ നിങ്ങൾ കളയുകയാണ്. ഇത് വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു കോഴ്സ് അല്ല, ഒരു പരീക്ഷയല്ല. ഇത് മത്സര പരീക്ഷയാണ്. മത്സര ബുദ്ധിയോട് കൂടിയിട്ട് മത്സരിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. സോ കൃത്യമായ ലക്ഷ്യബോധം വേണം, തികഞ്ഞ ആത്മവിശ്വാസവും വേണം. എനിക്കിത് കിട്ടും, ഞാനിത് നേടും എന്നുള്ള ആത്മവിശ്വാസം വേണം. അപ്പൊ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 50 ആളുകൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ, ഞാൻ ഇത് നേടിയെടുക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഓക്കെ, അപ്പൊ ആദ്യം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സോ ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് കൊടുത്തു നോക്കിയേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ പോയിന്റിൽ. നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. ഓരോ ജില്ലകളിലുമായിട്ട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. സോ എനിക്ക് ഇത് കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും കുറക്കാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം. ലക്ഷക്കണക്കിന് ആളുകൾ പഠിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവൻ നേരത്തെ തുടങ്ങിയിട്ടില്ലേ, അവൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടില്ലേ, അവനക്ക് ഇതുവരെ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്കിത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക അല്ലെ? ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ടല്ലോ അല്ലെ. സോ ഇതിന്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ, ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതിക്കോട്ടെ, പക്ഷെ ശരിയായ പ്ലാനിങ്ങും കൃത്യമായ അർപ്പണബോധവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു സർക്കാർ ജോലി ആർക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. കൃത്യമായ പ്ലാനിങ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ 5 കൊല്ലം മുമ്പ് തുടങ്ങി, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് തുടങ്ങി, 2 കൊല്ലം മുമ്പ് തുടങ്ങി. അവൻ എങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക? ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ക്ലാസ് കേൾക്കുന്നു, പിന്നെ അത് വിടുന്നു. പഠിക്കാൻ ഏതെങ്കിലും ടോപ്പിക്കുകൾ തരുന്നുണ്ടില്ല, അതവൻ കൃത്യമായിട്ട് പഠിക്കുന്നില്ല. സോ അങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില ആളുകൾക്കുണ്ട് പരീക്ഷാ ഹാളിൽ വരുമ്പോൾ വരുന്ന ചില തെറ്റുകൾ, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. അതല്ലാത്ത ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്നത് എന്താണ്? വെറുതെ അവർ തയ്യാറെടുക്കുന്നു, ഒരു ലക്ഷ്യബോധവും ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല, വേണമെന്നില്ല, വെറുതെ ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രം പഠിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നടക്കില്ല കേട്ടോ. അപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഇത്. എങ്കിൽ കൂടി ആ മത്സരത്തിൽ എനിക്ക് ഇത് ആവശ്യമുണ്ട്, എനിക്കിത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കണം. സോ ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ. പിന്നെയാണ് അടുത്ത പോയിന്റ് കൊടുത്ത് നോക്കിയേ. ഞാൻ നേരത്തെ മറ്റുള്ളവരെ താരതമ്യം ചെയ്യരുത്. അവൻ 5 കൊല്ലം മുമ്പ് പോയി, അവൻ ഇത്ര വർഷം മുമ്പ് പോയി കേട്ടോ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. അപ്പൊ മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. നമ്മൾ ആണ് മികച്ച ആള്. എനിക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ മനസ്സ് വെച്ചാൽ എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഇപ്പോൾ അത്രയും ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മത്സരിച്ച് പഠിക്കും കേട്ടോ. അപ്പൊ എനിക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ഥിരതയുള്ള ഒരു പഠനം ആവശ്യമാണ്. കൺസിസ്റ്റൻസി. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും വേണ്ടത് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയാണ്. പഠിക്കാൻ തുടങ്ങുന്ന കാര്യം അത് പൂർത്തിയാക്കണം. പഠിക്കാൻ മാറ്റിവെക്കുന്ന സമയം കൺസിസ്റ്റന്റ് ആയി അതേപോലെ എല്ലാ ദിവസങ്ങളിലും കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് സമയമൊന്നും പഠിക്കണ്ട. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അവൻ
10 മണിക്കൂർ പഠിക്കുന്നു, 15 മണിക്കൂർ പഠിക്കുന്നു, അല്ലെ? തുടക്കത്തിൽ നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ തുടക്കക്കാരനാണ്, നിങ്ങൾ ആദ്യമായിട്ട് ഇതിലേക്ക് ചുവട് വെച്ച് തുടങ്ങുകയാണ്. സോ പതുക്കെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഗ്രഹിച്ചെടുക്കുക. ഇതിന്റെ രീതികൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ മേഖലകളാണ് ചോദ്യങ്ങൾ വരുന്നത്, ഇതിന്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പതുക്കെ. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കണം കേട്ടോ. അപ്പൊ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നിങ്ങൾ ഒരു ദിവസം തുടക്കത്തിൽ സ്ഥിരമായിട്ട് പഠിക്കും. അതിൽ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. മറ്റു ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും ചെറിയ സമയമാണിത് പറയുന്നത് കേട്ടോ. ബാക്കി ഒഴിവുള്ള ആളുകൾ ബാക്കിയുള്ള സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഞാൻ ഇതിൽ കൊടുത്ത ഈ ഒരു പോയിന്റ് നോക്കിയാൽ, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ ദിവസവും മുടങ്ങാതെ പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദം. എന്താ നമ്മൾ ഈ ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം? അല്ല, ഒരാൾ ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചു, പിന്നെ അതിന്റെ ക്ഷീണം പിറ്റേ ദിവസം, പിന്നെ തലേ ദിവസം 10 മണിക്കൂർ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യുന്നു, മനസ്സ് മടുക്കുന്നു. സോ ആ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും ചില ആളുകൾ കടന്നു പോകുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അത് വേണ്ട, നമ്മൾ കൊണ്ട് കഴിയുന്നത് ഓരോ ദിവസങ്ങളിൽ പഠിക്കാം. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂറാണ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ 2 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റി വെക്കണം. ഇനി ഏതെങ്കിലും ദിവസം എന്തെങ്കിലും പ്രോഗ്രാമിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ആ 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ അന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തുക. അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കുറച്ച് ചെറിയ ചെറിയ പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തൊരു പോയിന്റ് നോക്കിയേ, കൺസിസ്റ്റൻസി ഗ്രേറ്റർ ദാൻ മോട്ടിവേഷൻ, അല്ലെ? നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടും. എടാ ഇത് അങ്ങനെയാവണടാ, നീ ഇങ്ങനെയാണടാ, നീ അവളെക്കാൾ മികച്ചതാവണടാ, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്ക് ജോലി കിട്ടി, നിനക്കും കിട്ടണം, സോ എനിക്ക് കിട്ടണം. സോ മോട്ടിവേഷൻ കിട്ടും. ഈ മോട്ടിവേഷൻ ആയുസ് വളരെ കുറവായിരിക്കും. അത് കേട്ട് കുറച്ച് സമയം മാത്രമേ ആ മോട്ടിവേഷൻ അതേപോലെ നിൽക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഈ ക്ലാസ് കഴിഞ്ഞ്, ഈ സെമിനാറിന്റെ ക്ലാസ് കഴിഞ്ഞ് സമയം കഴിഞ്ഞ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ അതാണ് മോട്ടിവേഷൻ. എന്നാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകും, പഠനം മുന്നോട്ട് പോകും, അല്ലെ? അപ്പോ കൺസിസ്റ്റൻസിയാണ് മോട്ടിവേഷനേക്കാൾ വലുത്. അത് എന്ത് ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക കേട്ടോ. ശരി, ഇനി നമുക്ക് ഇതിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. നമുക്കറിയാം PSC മത്സര പരീക്ഷകൾ 100 മാർക്കിനാണ് നടത്താറ്. ആ 100 മാർക്കിൽ നമ്മുടെ LDC പരീക്ഷയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പൊതുവിജ്ഞാനം 50 മാർക്കിന്, പിന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ജനറൽ മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി കൃത്യമായ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ് ഓരോ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കേണ്ടത്, അല്ലെ? കൃത്യമായ സിലബസ്, ചരിത്രത്തിന് 5 മാർക്ക്, ഓരോന്നിനും കൃത്യമായിട്ട് PSC എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ തന്നെ ഒരു സിലബസ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ആ സിലബസ് നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഞാൻ ഈ സിലബസ് വിശദമായിട്ട് ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. സിലബസിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, 100 മാർക്കിന്റെ പരീക്ഷ. അതിൽ ഓരോന്നും എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അതിൽ GK പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, GK നമുക്ക് 50 മാർക്കിന്, ബാക്കി കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അപ്പൊ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഈ 4 വിഷയങ്ങൾ. അതിൽ കറണ്ട് അഫയേഴ്സിനെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചോദിക്കുള്ളൂ. കാരണം അതല്ലാതെ ചോദിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ മാത്സ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളിൽ ആ മാത്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം മസ്റ്റ് ആയിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് മാത്രമേ വരൂ. ഇംഗ്ലീഷ് ആണെങ്കിലും പഠിക്കുന്നത് മാത്രമേ വരൂ, മലയാളം ആണെങ്കിലും അത് പഠിക്കുന്നത് മാത്രമേ വരൂ. അതിനൊരു ഫിക്സ്ഡ് ഏരിയ ഉണ്ട്, വലിയ വൈഡ് ആയിട്ടല്ലാതെ ലോ ആയിട്ട് ചെറിയൊരു നിശ്ചിത ഏരിയ ഉണ്ട്, അതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖലകൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കേട്ടോ. പിന്നെ GKന്റെ കാര്യം പറഞ്ഞാൽ GK ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, കടല് പോലെ വ്യാപിച്ച് കിടക്കുകയാണ്. സോ നമ്മൾ പഠിക്കുന്നതിൽ
ഒരു ചോദ്യം ചോദിച്ചോളണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ സിലബസിൽ നമുക്ക് ചരിത്രത്തിന് നമുക്ക് 5 മാർക്കാണുള്ളത്. ചരിത്രം 5 മാർക്ക്. ഈ ചരിത്രത്തിന് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഈ കിടക്കുന്നത്. ചരിത്രം കണ്ടോ, ഇത്രയും ഭാഗം ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഞാൻ ചെറുതാക്കാം നോക്കൂ. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട് മാത്രം പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഇത്രയും ഭാഗങ്ങൾ. സോ ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ 5 മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഏരിയ ഇല്ല എന്ന് വിചാരിച്ച് ജി കെ കാര്യങ്ങൾ പഠിക്കണമെന്നല്ല. നമ്മൾ മത്സര പരീക്ഷയൊക്കെ പഠിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങൾക്കാണ്. അവിടെ നമ്മുടെ മാർക്ക് എപ്പോഴും സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. സോ പിന്നെ കറണ്ട് അഫയേഴ്സ്, അതിപ്പോ നമ്മൾ തുടക്കം മുതൽ പഠിച്ചു. ചിലപ്പോൾ അതിൽ അപ്ഡേഷൻ വരാം, അതിൽ മാറ്റങ്ങൾ വരാം. ഇപ്പൊ നോക്ക്, കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന്റെ 4 പരീക്ഷകൾ നടന്നു. ഈ 4 പരീക്ഷയിലും വ്യത്യസ്തമായ രീതിയിലാണ് കറണ്ട് അഫയേഴ്സുകൾ ചോദിച്ചിട്ടുള്ളത്. സോ അത് നമുക്ക് പഠിക്കാനായിട്ട് 20 മാർക്ക് ഉണ്ട്. സോ അതിന് നമ്മൾ പ്രാധാന്യം നൽകണം. സോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് നൽകുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകുന്നു. പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ എല്ലാം പഠിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ബാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മളെ ഏറ്റവും പുതിയ ബാച്ച് ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അതേപോലെ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ ആയിട്ട് നൽകുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഒരു പ്രതീതി കിട്ടും കേട്ടോ. സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോവാം കേട്ടോ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ പ്രതീതി കിട്ടും. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ള ഫീൽ നിങ്ങൾക്ക് കിട്ടും. കുട്ടികളോട് അധ്യാപകർ സംസാരിക്കുന്ന കാര്യങ്ങൾ അടക്കം നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഹൈ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. പിന്നെ അതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓരോ ക്ലാസ്സിന്റെയും നോട്ടുകൾ നിങ്ങൾക്ക് കൃത്യമായ രീതിക്കാണ് ഞങ്ങൾ നൽകും. ആ നോട്ടുകൾ നൽകുന്ന സമയത്ത് ആ നോട്ടുകൾ ഇങ്ങനെയായിരിക്കും. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ നോട്ട് കേട്ടോ. അതായത് അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിന്റെ ക്ലാസ് നോട്ടാണ്. അപ്പൊ നിങ്ങൾ ആപ്പിൽ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയുടെ തൊട്ട് താഴത്ത് ഈ നോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ മുകളിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും, അതിന് താഴെ ഈ നോട്ട് ഉണ്ടാവും. സോ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ നോട്ട് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി സൗകര്യമുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെക്കാം. നിങ്ങൾക്ക് അടുത്തുള്ള കടയിൽ എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അധ്യാപകർ ക്ലാസ് എടുക്കുന്ന നോട്ടുകളാണ് ഇങ്ങനെ ഇത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ഹൈ ക്വാളിറ്റി നോട്ടായിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ കിട്ടും, ഇതേപോലെ തന്നെ നോട്ടുകളും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എക്സാമിന്റെ കാര്യങ്ങൾ പറയാം. സോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം സിലബസ് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. സിലബസ് എന്താന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒന്ന് നമ്മൾ പറഞ്ഞു പോയി. എന്താണ് നമ്മുടെ സിലബസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒരു സിലബസ്, നമ്മുടെ LDCന്റെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളത് ആദ്യം നിങ്ങൾ കയ്യിൽ വെക്കണം. നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഓരോ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൽ അടയാളപ്പെടുത്തണം. ഓരോന്നും അടയാളപ്പെടുത്തിയിട്ട് തന്നെ പോകണം. ഞാൻ ഈ ഭാഗം പഠിച്ചു, ഈ ഭാഗം പഠിച്ചു, ഈ ഭാഗം കവർ ചെയ്തു. സിലബസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ സിലബസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. സോ മുഴുവൻ സിലബസ് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതിനുള്ള സമയം നമുക്കുണ്ട്. റിവിഷന് കൂടിയുള്ള സമയം നമുക്ക് കിട്ടും. ഇപ്പൊ തുടങ്ങുന്ന ആളുകൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം കൂടി കിട്ടും. ഓക്കെ, അപ്പൊ പ്രിന്റ് എടുത്ത് വെക്കുക. ഓരോ ടോപ്പിക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഇപ്പൊ നിലവിൽ നമ്മൾ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത് തുടക്കത്തിൽ കേട്ടോ. ചില പരീക്ഷകളിൽ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. PSC അത് പ്രത്യേക നോട്ടിഫിക്കേഷനിൽ പറയും ചെയ്യും. താഴത്ത് പ്രത്യേകം എടുത്ത് പറയും, എന്ത് ചെയ്യും, സിലബസിന് പുറത്തുള്ള കാര്യങ്ങളും ചോദിക്കാൻ PSCക്ക് അധികാരമുണ്ട്, ഞങ്ങൾ അത് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് PSC ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ സിലബസിന് നമ്മൾ ആദ്യം പ്രാധാന്യം നൽകിയിട്ട് വേണം പഠിക്കാൻ. സിലബസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ശതമാനം ചോദ്യങ്ങളും ചോദിക്കാറുള്ളത്. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, സിലബസ് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ. പിന്നെ SCRT എപ്പോഴും ഓരോ ഉദ്യോഗാർത്ഥികൾ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ SCRT ബേസ് ചെയ്തിട്ടായിരിക്കോ ക്ലാസ്സുകൾ ഉണ്ടാവുക? NCRT ഭാഗങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, അത് ഉണ്ടാവുമോ? നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ SCRT ബേസുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. നമ്മുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഓരോ പാഠഭാഗങ്ങൾ പഠിക്കാൻ തരും. നമ്മുടെ കോഴ്സിൽ നമ്മൾ ഓരോ പാഠഭാഗം പഠിക്കാൻ തരും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് SCRTയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളായിരിക്കും. നമുക്ക് എല്ലാ വീക്കിലും SCRT ബേസുള്ള പരീക്ഷകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ടോപ്പിക്കുകൾ തരും. അതിന് ബേസ് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പരീക്ഷകൾ നടത്തും കേട്ടോ. പിന്നെ NCRT ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്താണ് ഈ SCRT NCRT പാഠഭാഗങ്ങൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും ഇപ്പൊ കഴിഞ്ഞ ഈ 4 ഏറ്റവും അവസാനം കഴിഞ്ഞ ഈ മാസം ഇന്നലെയും അതുപോലെ തന്നെ ജൂലൈ മാസത്തിലും നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യഭാഗങ്ങൾ വന്നുള്ളത് SCRT മേഖലയിൽ തന്നെയാണ്. SCRT മേഖലയിൽ തന്നെയാണ്. SCRT ക്ലാസ് 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട്
പഠിക്കണം. NCERT പ്രധാന വിഷയങ്ങൾ മാത്രം നമ്മൾ പഠിക്കണം കേട്ടോ. ഇതിൽ അടിസ്ഥാന വിവരങ്ങൾ, ചരിത്രം, ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ സയൻസ്, ഭരണഘടന, ഇതൊക്കെ വിശദമായിട്ട് ഇതിൽ നിന്ന് മാത്രം തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ SCERTക്ക് വളരെ പ്രാധാന്യം നൽകി തന്നെ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇനി എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ? മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. കൃത്യമായിട്ട് വിശകലനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2021 മുതൽ PSC പുതിയ പാറ്റേണിലാണ് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സിലബസ് ഒക്കെ 2020 അനൗൺസ് ചെയ്ത് 2021-20 ലാസ്റ്റ് മുതൽക്കൊക്കെ അതിന്റെ പരീക്ഷകൾ നടത്തി തുടങ്ങി. ആ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു തുടങ്ങാറുണ്ട് PSCയുടെ പുതിയ പാറ്റേൺ അല്ല, പഴയ പാറ്റേൺ ആയിട്ടുണ്ട്. കാരണം 5 വർഷം 6 വർഷമായിട്ട് ഇപ്പോ ഒരേ പാറ്റേണിൽ പുതിയ നമ്മൾ അന്ന് നടന്ന ആ ഒരു മാറ്റത്തിനനുസരിച്ചാണ് ചോദിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമുക്ക് ആ മാറ്റത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്. പിന്നെ സിലബസിനെ കൃത്യമായിട്ടൊന്ന് അവതരിപ്പിച്ചു. മുമ്പ് അങ്ങനെ സിലബസ് ഉണ്ടായിരുന്നില്ല. 2020 മുമ്പൊന്നും അങ്ങനെ ഒരു കൃത്യമായ സിലബസ് ഉണ്ടായിരുന്നില്ല. എവിടെന്നെങ്കിലൊക്കെ ചോദിക്കാന്നുള്ള രീതിക്കായിരുന്നു പണ്ടെങ്കോ ഇറക്കി വിട്ട ഒരു സിലബസ്. അതിന്റെ ബേസിലൊക്കെ ആയിരുന്നു പരിപാടികൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പോ കൃത്യമായ ഒരു സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ സിലബസ് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഓരോ മേഖലയിൽ നിന്നും PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ആവർത്തിച്ച് വരുന്ന PSC ഇപ്പൊ നിലവിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ടോപ്പിക്കിലും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ ഇത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുന്നത് ഓരോ ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമുക്കതിപ്പോൾ നെറ്റിൽ നിന്നൊക്കെ കിട്ടും, അല്ലെ ടെലിഗ്രാമിൽ നിന്നൊക്കെ നമുക്കത് കിട്ടും. നിങ്ങളിത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസത്തിന് ശേഷം കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ആയിട്ട് ചെയ്യണം. വെറുതെ വായിച്ചു വിടല്ല. 100 മാർക്കിന്റെ എക്സാം ആണല്ലോ, ടൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എക്സാം ആക്കിയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങണം കേട്ടോ. തുടക്കത്തിൽ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത്. കാരണം നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായല്ലേ? നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയ ആൾക്ക് തുടങ്ങിയ അത്യാവശ്യം റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്ന ആൾ അത്ര കഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അയാളായിട്ട് താരതമ്യം ചെയ്യുള്ളൂ. അല്ലാത്ത ആളുകളായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യില്ല. ഏറ്റവും ഉയർന്ന ആളായിട്ട് താരതമ്യം ചെയ്യും. അമ്മി ഓന അതാ റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ അവിടെ എത്തി, അവനോ പരീക്ഷയിൽ 80-ന് മുകളിൽ മാർക്ക് ഉണ്ട്, എനിക്കതില്ലല്ലോ. ആ രീതിക്കാണ് താരതമ്യം ചെയ്യുക. അയാളായിട്ട് താരതമ്യം ചെയ്യരുത്. മനസ്സിലായില്ലേ? നമ്മൾ നന്നായിട്ട് പഠിക്കുക. കൃത്യമായ ഫോളോ അപ്പും കൃത്യമായ രീതിക്കുള്ള ഒരു പ്ലാനിങ്ങും നമുക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് നടത്തുന്ന 2 പരീക്ഷകളാണ്. ഒന്ന് SCERT റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷ, മറ്റൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷ. സോ നിലവിൽ നമ്മൾ നിങ്ങളുടെ ബാച്ചിൽ ഫോളോ ചെയ്യുന്നത് ഈ പ്രീവിയസ് റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷയാണ്. ഇത് ലക്ഷ്യയുടെ പ്രീവിയസ് റാങ്ക് ഫയലിന്റെ പുസ്തകമാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ലക്ഷ്യയുടെ പരസ്യമൊന്നുമല്ല, മാർക്കറ്റിൽ മികച്ചു നിൽക്കുന്ന ഒരു പുസ്തകം. ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇതിനെ ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇവർ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോ 2021 മുതൽ 2026 വരെ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഹെഡിങ്. അങ്ങനെയാണ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ പുസ്തകം ഞങ്ങൾ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് നടത്തും. എങ്ങനെ? ഈ ഒരു പുസ്തകം വെറുതെ വാങ്ങി വീട്ടിൽ വെച്ചുകൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയണം. വീട്ടിലിരുന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എത്ര പേജ് നിങ്ങൾ കവർ ചെയ്യും? ഇത്രയും കാനമുള്ള പുസ്തകമാണ്. എത്ര പേജ് നിങ്ങൾ കവർ ചെയ്യും? കുറച്ച് പേജുകളാണ് തുടങ്ങി വെക്കും, പിന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. സോ അങ്ങനെ കവർ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരാൾ നമ്മളെ പിറകെ വേണം. അതാണ് വിഷൻ PSC ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീക്കിൽ ഒരു ദിവസത്തെ പരീക്ഷ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസുള്ള പരീക്ഷ ആയിരിക്കും. അപ്പൊ അതെങ്ങനെ നടത്തും? ഉദാഹരണത്തിന് തിങ്കളാഴ്ചയാണ് നിങ്ങളോട് ഇതിന്റെ പരീക്ഷ പറഞ്ഞതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ തിങ്കളാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച നിങ്ങളോട് പറയും ഈ റാങ്ക് ഫയലില് ഇത്ര മുതൽ ഇത്ര വരെയുള്ള പേജ് നിങ്ങൾ പഠിച്ചു വരണം. ക്ലിയർ? അതായത് വ്യാഴാഴ്ച നിങ്ങളോട് പറയും. അപ്പൊ വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്ത് പഠിക്കാനുള്ളതാണ്? ഈ പാഠഭാഗം പഠിക്കാനുള്ള ടൈമാണ്. തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ നിന്ന് ഒരു 35-40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനമുള്ള ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ സഹിതം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എക്സാം എഴുതുന്നു. സോ ആ എക്സാം നടത്തുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ പഠനം ഒറ്റയടിക്ക് വിലയിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ പഠനം
കൃത്യമായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ഞാൻ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു, ഏതൊക്കെ ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ആയി, ഏതൊക്കെ ചോദ്യങ്ങൾ ഞാൻ മറന്നുപോയി, അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഏതൊക്കെ പോയിന്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്? ഇതൊരു പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അവിടെ നിർത്തുന്നില്ല, അടുത്ത വീക്കിൽ നമ്മളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നമ്മൾ ഈ കോഴ്സ് കഴിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഇത് കണ്ടിന്യൂ ചെയ്യും. തുടക്കത്തിൽ വീക്കിൽ ഒന്നൊക്കെയാണ് പേജ് നമ്പർ കുറച്ച് കുറവൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം നിങ്ങൾ തുടക്കക്കാരാണ്. നിങ്ങൾക്ക് ഈ റാങ്ക് ഫയല് ഇപ്പൊ നിങ്ങൾ 10 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് ഒരു 30 പേജ് 50 പേജ് വെച്ച് ഡെയിലി പഠിക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ തരുന്ന ആ ഒരു ടോപ്പിക്ക് കഴിയുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും? PSC മതിയാക്കി പോകും. ഇതൊക്കെ നമ്മൾ പഠിക്കണം എന്നറിയെങ്കിൽ കൂടി നമുക്ക് അത്രയും പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കുറച്ച് പാഠഭാഗങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ മൈൻഡിനെ നമ്മളത് മനസ്സിലാക്കി കൊടുത്ത് സ്പീഡപ്പ് ആക്കി നമ്മൾ കൊണ്ടുവരും. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇനി നമ്മൾ മറ്റൊരു പരീക്ഷയാണ് നമ്മൾ SCRT റാങ്ക് ഫയൽ. ആ പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് SCRT റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷ. സോ ആ റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷ നടത്തുന്ന സമയത്ത് ആ റാങ്ക് ഫയൽ നമ്മളിപ്പോൾ നിലവിൽ തുടക്കത്തിൽ ഫോളോ ചെയ്യുന്നത് ബെസ്റ്റ് അക്കാഡമിയുടെ SCRT റാങ്ക് ഫയലാണ്. ഇതും ഇതേപോലെ തന്നെ പരീക്ഷ നടത്തും. ഇത് ബെസ്റ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയലാണ്. 5, 7, 9 മാത്രമേ ഉള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? 5 മുതൽ 10 വരെയുള്ള പ്രാധാന്യം നൽകി പഠിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രൈമിന്റെ പുസ്തകമുണ്ട്. കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്ന ചെറിയ പുസ്തകങ്ങളാക്കിയുള്ള പ്രൈമിന്റെ 4 വോളിയായിട്ട് പുസ്തകം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ SCRT റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷയും ഇതിനോടൊപ്പം ഉണ്ടാവും. അതും ഇതേപോലെ തന്നെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പാഠഭാഗം തരുന്നു. അവിടെ ഒരു 10 പേജ് അല്ലെങ്കിൽ 8 പേജ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്നു. നിങ്ങളോട് പറയാണ് തിങ്കളാഴ്ച നമ്മളെ PYQയുടെ പരീക്ഷ കഴിഞ്ഞു. നിങ്ങളോട് തിങ്കളാഴ്ച പറയാണ് ഈ പരീക്ഷയ്ക്ക് വ്യാഴാഴ്ചത്തേക്ക് നിങ്ങൾ ഈ SCRT പാഠഭാഗത്തിന്റെ ഒരു 8 പേജ് അല്ലെങ്കിൽ 10 പേജ് നിങ്ങൾ പഠിക്കണം. നോക്കൂ, നിങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുകയാണ്. സോ അത്രയും ഗ്യാപ്പിൽ നിങ്ങൾക്ക് പഠിച്ചെടുത്തൂടെ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് സമയം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. ഇത് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ നമ്മൾ നടത്തി വിജയിപ്പിച്ചെടുത്ത് കുട്ടികളിൽ വലിയ മാറ്റമുണ്ടായ പരീക്ഷാ രീതികളാണ്. കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 മാസം 3 മാസം കഴിയുമ്പോൾ ഈ പരീക്ഷയുടെ എണ്ണം കൂട്ടുകയും ചെയ്യും. കാരണം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് കറക്റ്റായി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് ടോപ്പിക് എക്സാമുകൾ നടത്തുക. ഇതിന് പുറമെ നമ്മുടെ ബാച്ചിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് വീക്കിലി റിവിഷൻ എക്സാമുകൾ. നമ്മൾ വീക്കിലി റിവിഷൻ എക്സാം നടത്തും നമ്മുടെ ബാച്ചിൽ. ആ വീക്കിലി റിവിഷൻ എക്സാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാച്ചിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ വീക്കിലി 3 ദിവസത്തെ ക്ലാസ് ആണ്. നമ്മൾ പറഞ്ഞു ഓഫ്ലൈൻ ആയിട്ട് എടുക്കുന്ന അധ്യാപകരുടെ അതേ ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. നമ്മളിവിടെ ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് 2 മുതൽ 2.25 മണിക്കൂർ വരെയാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ ഉള്ളത്. അതേ ക്ലാസ് ആണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരുന്നത്. സോ ഒരു ദിവസത്തെ ക്ലാസ് 2 മണിക്കൂറിലധികമുള്ള ക്ലാസ് ആയിരിക്കും. സോ ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിലെ മുഴുവൻ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ വേണ്ടി പറ്റും. 6 മുതൽ 7 മണിക്കൂർ വരെ ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി കഴിയും, പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ഒരാഴ്ചയിൽ 3 അധ്യാപകരുടെ ക്ലാസ് ആണ് തുടക്ക മാസങ്ങളിൽ ഉണ്ടാവുക. ആ 3 അധ്യാപകരുടെ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരാഴ്ച കൊണ്ട് കവർ ചെയ്യും. ഇനി നിങ്ങൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയാണ് നിങ്ങളെ കവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അടുത്ത പരീക്ഷ വരുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും ഞങ്ങൾ വീക്കിലി റിവിഷൻ എക്സാം നടത്തും. വീക്കിലി റിവിഷൻ എക്സാം എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ വീക്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് പഠിക്കാൻ തന്ന SCRT റാങ്ക് ഫയല്, PYQ റാങ്ക് ഫയല്, അധ്യാപകരുടെ ക്ലാസ്സുകൾ, അതിന് പുറമെ എന്തെങ്കിലും മെറ്റീരിയൽസ് അധികം തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ തരുന്നുണ്ടെങ്കിൽ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ തരുന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ തന്ന മുഴുവൻ പാഠഭാഗങ്ങളും, ഇനി അതിനിടയിൽ മോഡൽ എക്സാം ആ വീക്കിൽ നടത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ വീക്കിലും മോഡൽ എക്സാം നടത്തുന്ന ഒരു പ്ലാനും കൂടി ഉണ്ട്. അങ്ങനെ ഓരോ വീക്കിലും മോഡൽ എക്സാം ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എന്ത് ചെയ്യും? നമ്മൾ ബുധനാഴ്ച നമ്മൾ വീക്കിലി റിവിഷൻ എക്സാം നടത്തും. സോ ആ വീക്കിലി റിവിഷൻ എക്സാമിന് നമ്മൾ അധ്യാപകരുടെ ക്ലാസ്സും കൂടി ഉൾപ്പെടുത്തും. അപ്പൊ ആ വീക്കിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും വെച്ച് നിങ്ങൾ ഇത് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ആ വീക്കിലി റിവിഷൻ എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെ നിങ്ങൾ ഡൗൺ ആയി പോകും. അപ്പൊ അടുത്ത വീക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് മത്സരമാവും, വാശിയാവും. അടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യണം? ഞാൻ നിർബന്ധമായിട്ടും ഇത് കവർ ചെയ്യണം. സോ ആ ഒരു വീക്കിൽ തന്നെ നിങ്ങളത് കൃത്യമായ രീതിയിൽ നിങ്ങൾ കവർ ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം ഇപ്പൊ നിലവിൽ തോന്നിയിട്ടുണ്ടാവും,
സാറെ PYQയുടെ എക്സാമിന്റെ കാര്യം പറഞ്ഞു, SCRTയുടെ എക്സാമിന്റെ കാര്യം പറഞ്ഞു, മോഡൽ എക്സാമിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അധ്യാപകരുടെ ക്ലാസിന്റെ കാര്യം പറഞ്ഞു. സാറ് നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന 3 മേഖലകൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉണ്ട്, 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എക്സാമിന്റെ കാര്യം ഈ വീക്കിൽ പറഞ്ഞില്ലല്ലോ. ആ എക്സാമിന്റെ കാര്യം പറയാം. നമ്മൾ നടത്തുന്ന SCRT റാങ്ക് ഫയലിന്റെയും അതുപോലെ തന്നെ PYQ റാങ്ക് ഫയലിന്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമ്മൾ ഉൾപ്പെടുത്തും. അതായത് SCRTയുടെ കൂടെ മാത്സ് ഉൾപ്പെടുത്തും, PYQയുടെ കൂടെ ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടുത്തും. സോ ആ വീക്കിൽ മുഴുവൻ കംപ്ലീറ്റ് ആയില്ലേ? അതിന് പുറമെ സ്പെഷ്യൽ എക്സാമുകളായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷയും നടത്തും. സോ ഒരു വീക്കിൽ നമ്മൾ മത്സര പരീക്ഷയ്ക്ക് പഠിക്കേണ്ട, ADC പരീക്ഷയ്ക്ക് പഠിക്കേണ്ട മുഴുവൻ ഭാഗങ്ങളും ആ ഒരാഴ്ച കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ കവർ ചെയ്തു പോകും. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷകൾ ഉണ്ടാവും, PYQ റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷകൾ ഉണ്ടാവും, SCRT റാങ്ക് ഫയൽ ബേസുള്ള പരീക്ഷകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷകൾ ഉണ്ടാവും, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിന്റെ കൂടെ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ആക്കി നമ്മൾ നടത്തും. PSC അതേ മാതൃകയിൽ 100 മാർക്കിന്റെ മോഡൽ എക്സാമുകൾ നടത്തും, വീക്കിലി റിവിഷൻ എക്സാമുകൾ നടത്തും. കൃത്യമായ രീതിയിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളും നൽകും. അതിന് പുറമെ ആ ക്ലാസ് നോട്ടുകൾ വളരെ വൃത്തിയായിട്ട് ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മൾ നൽകും, പ്രിന്റ് എടുക്കാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും കേട്ടോ. ഇതാണ് നമ്മുടെ ബാച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സോ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു ദിവസം എത്ര സമയങ്ങൾ നമ്മൾ ഓരോന്നിനും നമ്മൾ മാറ്റി വെക്കണം, എന്തൊക്കെയാണ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ നിങ്ങൾ ലൈവിൽ തന്നെ തുടരുക കേട്ടോ. സോ കറണ്ട് അഫയേഴ്സിൽ പ്രധാനപ്പെട്ട വാർത്തകൾ, സർക്കാർ പദ്ധതികൾ, പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത്, തുടക്കത്തിൽ കഴിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകി തുടങ്ങണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറിന് അടുത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദിവസം കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ, പിന്നെ റിവിഷൻ മെത്തേഡ്, നമ്മൾ റിവിഷൻ എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ റിവിഷനെ എങ്ങനെ കാണണം എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് റിവിഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന സന്ദർഭം എന്ന് പറയുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ്. അതായത് പഠിച്ച കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അധ്യാപകരുടെ ക്ലാസ്സുകൾ നോട്ട് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചു വെക്കാം. നോട്ട് നിങ്ങൾക്ക് അധ്യാപകരുടെ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. കാരണം എഴുതുന്നതിന്റെ അത്ര, എഴുതി പഠിക്കുന്നതിന്റെ അത്ര കൃത്യതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് നോട്ട് കിട്ടിയാൽ പഠിക്കാൻ വേണ്ടി കഴിയില്ല. അധ്യാപകരുടെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ അധ്യാപകർ നോട്ട് എഴുതാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ക്ലാസ് ഹൈ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. അത്രയും കൃത്യമായ രീതിയിൽ മനസ്സിലേക്ക് കയറും കേട്ടോ. അപ്പൊ നിങ്ങൾ പാഠഭാഗങ്ങൾ കഴിയുന്നത് നോട്ട് എഴുതാൻ വേണ്ടി പഠിക്കുക. അതിന് പുറമെ നിങ്ങൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നോട്ട് എഴുതണം. ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി നിങ്ങൾ വെക്കണം. സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക. നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിൽ മറ്റു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ ഒട്ടിച്ചു വെക്കണം. പ്രധാനപ്പെട്ട തീയതികൾ, വർഷങ്ങൾ, ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, പദ്ധതികൾ, പിന്നെ ചില മെമ്മറി ട്രിക്സുകളും കോഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നിങ്ങൾ വെക്കണം. ഇനി നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാനൊന്നും സ്ഥലമില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കൈ എഴുതി നോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വാൾപേപ്പർ ഒക്കെ ഇതാക്കി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ സേവർ ഒക്കെ ഇതാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തു നോക്കാൻ വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പൊ PSC മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു ഭാഗമാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ. റിവിഷൻ മസ്റ്റ് ആണ്. ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് റിവിഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെറുതെ പഠിച്ചു പോയി, പക്ഷെ റിവിഷൻ ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ റിവിഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിലും പഠിച്ച കാര്യം തറവാക്കി എന്ത് ചെയ്യാം? റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫീസിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളെ ബാച്ചിന്റെ ഫീസിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇനി നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഏതൊക്കെ രീതിക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം, ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പറയണം കേട്ടോ. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു അരമണിക്കൂറിനടുത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ക്ലിയർ ആണല്ലോ? ഇത് തുടക്കക്കാർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യാം.
തുടക്കക്കാർക്ക് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം പറഞ്ഞു. അത് തുടക്കത്തിൽ നിങ്ങൾ മാറ്റി വെക്കേണ്ട ടൈമാണെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ നോക്കിയേ, ഏറ്റവും കുറഞ്ഞ സമയം ഇതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എത്ര വരുന്നുണ്ട്? 5 മണിക്കൂർ വരുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം, ഇവിടെ 1.5 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ, പിന്നെ 20 to 30 മിനിറ്റ്. അത് മാത്രം കൂട്ടിയാൽ തന്നെ 5 മണിക്കൂറിനടുത്ത് വരുന്നുണ്ട്. തുടക്കത്തിൽ നിങ്ങൾ 2 മണിക്കൂർ വെച്ച് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റം വരുത്തണ്ട. ആ കാര്യം കൂടി പറയണല്ലോ. പിന്നെ തുടങ്ങിയ ആളുകൾ ഉണ്ടാവും, അവരും നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. ഒരു ദിവസം നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 1.5 മുതൽ 2 മണിക്കൂർ വരെ നിർബന്ധമായും നിങ്ങൾ GK ഭാഗങ്ങൾ പഠിക്കണം. മാത്സ് 1 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് മാത്സിന് മാറ്റി വെക്കണം. 1 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് ഇംഗ്ലീഷിന് മാറ്റി വെക്കണം. 1 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് മലയാളത്തിന് നിങ്ങൾ മാറ്റി വെക്കണം. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് വേണം. ഓരോ വിഷയങ്ങൾക്കും ഓരോ ദിവസങ്ങളിലും വേണം. പിന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൊണ്ടുപോകാൻ വേണം. സ്ഥിരതയോടുകൂടി നമ്മളിത് കൊണ്ടുപോകണം. എല്ലാ ദിവസങ്ങളിലും ഇത് പ്രാവർത്തികമാക്കണം. ഏതെങ്കിലും ദിവസം ഇത് തെറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കവർ ചെയ്യും വേണം. മനസ്സിലായല്ലോ? പിന്നെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക. ഇതെനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചത് മാറ്റി വെക്കരുത്. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ അത്രയും പ്രാധാന്യം നൽകിയിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. കേട്ടോ, നമ്മളെ പരീക്ഷാ രീതിയിലും നമ്മുടെ കോഴ്സിലൊക്കെ ഇതുണ്ടെങ്കിൽ കൂടി ഇതിൽ ചേരാത്ത ആളുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കേട്ടോ, പിന്നെ കോഴ്സിൽ ചേർന്ന ആളുകളും സ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കേട്ടോ, ഓക്കെ. പിന്നെ റിവിഷൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം? നിങ്ങൾ ടൈം മാനേജറിനെ കുറിച്ച് പറഞ്ഞു. എന്ത് ചെയ്യണം? റിവിഷനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണം. ഡെയിലി റിവിഷൻ ചെയ്യണം, വീക്കിലി റിവിഷൻ ചെയ്യണം, മന്ത്ലി റിവിഷൻ ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾ റിവിഷന് നൽകേണ്ട പ്ലാനിങ് ആണ് പറഞ്ഞത്. കേട്ടോ, ഇത് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് വേണം പറഞ്ഞു. ഇവിടെ നമ്മൾ റിവിഷൻ പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഡെയിലി നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഡെയിലി റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡെയിലി അന്നാന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് വൈകുന്നേരം വീണ്ടും നിങ്ങൾ റിവിഷൻ ചെയ്യണം. തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഓർത്തെടുത്ത് നോക്കണം. ഞാൻ ഇപ്പൊ ഇന്നലെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഓടിച്ചു വിട്ടാൽ മതി. ഇന്നലെ നിങ്ങൾ 5 മണിക്കൂർ കൊണ്ട് പഠിച്ച കാര്യം ഇന്ന് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഓടിച്ചു വിടാൻ വേണ്ടി കഴിയും. അങ്ങനെ റിവിഷൻ ചെയ്താൽ മതി. അപ്പൊ ഡെയിലി അങ്ങനെ റിവിഷൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ വീക്കിലി റിവിഷൻ. ആ വീക്കിൽ നിങ്ങൾ പഠിച്ച മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒരു വീക്കിൽ നിങ്ങൾ കൃത്യമായ ഒരു എന്ത് ചെയ്യണം? ടൈം വെച്ചിട്ട് നിങ്ങൾ അത് കവർ ചെയ്ത് പരിഹരിക്കണം. നമ്മുടെ പരീക്ഷകൾ നമ്മുടെ കോഴ്സിൽ റിവിഷൻ ഉണ്ട്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ നിങ്ങളെ കൊണ്ട് റിവിഷൻ ചെയ്യിപ്പിക്കും. അതിന് പുറമെ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വീക്കിലി റിവിഷൻ ചെയ്യണം. പിന്നെ അതെല്ലാം പാടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മാസം തികയുമ്പോൾ മന്ത്ലി റിവിഷൻ നടത്തണം. ഒരു മാസത്ത് ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നവരോ? നമ്മളിത് മറന്നുപോകും. ഒരു ദിവസം പഠിച്ചു, തലേ ദിവസം പഠിച്ചത് ഇന്ന് റിവിഷൻ ചെയ്തില്ല, തലേ ദിവസം പഠിച്ചത് മറക്കും. പുതിയതായിട്ട് ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും തലയിലേക്ക് കയറുക. നാളെ എന്ത് ചെയ്യും? നാളെ പഠിക്കുന്ന കാര്യങ്ങൾ തലയിലേക്ക് കയറും. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഒരാഴ്ചയാകുന്ന സമയത്ത് ആ ഒരാഴ്ചയിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ ആ ഒരാഴ്ചയിൽ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? പ്രാധാന്യം നൽകിയിട്ട് റിവിഷന് പ്രാധാന്യം നൽകിയിട്ട് പഠിക്കണം. കേട്ടോ, പിന്നെ മന്ത്ലി റിവിഷൻ എക്സാമിന്റെ കാര്യം മന്ത്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റിവിഷൻ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കോഴ്സിൽ ഒരു മാസം കറക്റ്റായിട്ട് തികയുന്ന സമയത്ത് നമ്മൾ മന്ത്ലി റിവിഷൻ എക്സാം നടത്തും. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചകൾ വീക്ക്ലി റിവിഷൻ എക്സാം ഉണ്ട്. അങ്ങനെ 4 ആഴ്ച കൂടുമ്പോൾ ഒരു മാസം തികയും. പിന്നെ നമ്മൾ നടത്തുന്ന മന്ത് എൻഡ് എക്സാം ആയിരിക്കും. ആ മാസത്തിലെ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് മന്ത്ലി റിവിഷൻ എക്സാം നടത്തും. കേട്ടോ, നമ്മുടെ ബാച്ചിൽ. കേട്ടോ, ഓക്കെ. ഈ റിവിഷൻ ഇല്ലാത്ത പഠനം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നിങ്ങൾ വെറുതെ പഠിച്ചു പോവുകയാണ്. കുറെ കാര്യങ്ങൾ വെറുതെ നിങ്ങൾ പഠിച്ചു പോകുന്നു. റിവിഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത് സമയം നഷ്ടപ്പെടുന്നതിന് തുല്യ. വെറുതെ സമയം നഷ്ടപ്പെടുക. റിവിഷൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ വെറുതെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. നിങ്ങൾ സമയം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. കേട്ടോ, അപ്പൊ റിവിഷന്റെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. കേട്ടോ, ഓർമ്മിക്കണം. കേട്ടോ, നിങ്ങളുടെ കമന്റുകൾ ഞാൻ ഇപ്പൊ നിലവിൽ നോക്കി തുടങ്ങിയിട്ടില്ല. ഈ കാര്യങ്ങൾ വിശദമാക്കിയ ശേഷം നമ്മളൊരു ടൈം വെക്കും. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കേട്ടോ, നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഒന്ന് ഇവിടെ അയച്ചിട്ടോളൂ. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ കോഴ്സുകൾ പറഞ്ഞൊരു കാര്യമാണ് മോഡൽ എക്സാമിന്റെ കാര്യം. അല്ലെ, കൃത്യമായി മോക്ക് ടെക്സ്റ്റുകൾ നടത്തണം. മോക്ക് ടെക്സ്റ്റുകൾ നമ്മൾ എഴുതണം. എന്തിനാ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത്? നമുക്ക് എങ്ങനെയാണ് PSC പരീക്ഷകൾ നടത്തുന്നത്, ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും, ഈ 100 മാർക്കിൽ വരും,
നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി. ഒരു 100 മാർക്കിന്റെ പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് പരീക്ഷയ്ക്ക്, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് മോഡൽ എക്സാം ചെയ്യുന്ന കൂടെ കിട്ടും. അപ്പൊ നമ്മൾ എല്ലാ വീക്കിലും മോഡൽ എക്സാം നമ്മളെ പ്ലാനിങ്ങിലുണ്ട്. എല്ലാ വീക്കിലും നമുക്ക് എന്ത് ചെയ്യും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും. തുടക്കത്തിലെ മാസത്തിൽ ഇല്ലെങ്കിലും നെക്സ്റ്റ് മാസം മുതൽ നിങ്ങൾക്ക് തരും. കാരണം തുടക്ക മാസം നിങ്ങൾ തുടക്കക്കാരാണ്, തീരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാന്നില്ലെങ്കിൽ തുടക്ക മാസത്തിൽ മോഡൽ എക്സാം ഉണ്ടാവില്ലെങ്കിലും നെക്സ്റ്റ് മാസം മുതൽ മോഡൽ എക്സാമുകൾ നൽകും കേട്ടോ. അപ്പോൾ കൃത്യമായ രീതിയിൽ പരീക്ഷയെ മനസ്സിലാക്കാൻ ഈ മോഡൽ എക്സാമുകൾ നമ്മളെ സഹായിക്കും. പിന്നെ അത് മാത്രമാണോ? അത് മാത്രമല്ല, PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ആ പരീക്ഷ കൃത്യമായ രീതിയിൽ ആ ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അല്ലെ, എത്ര സമയമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്, ആ സമയത്തിനുള്ളിൽ ആ പരീക്ഷ ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയണം. ചില ആളുകൾ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ചെയ്ത് അങ്ങനെ ഒരുപാട് സമയം കൊണ്ടുപോകും. പിന്നെ നോക്കുന്ന സമയത്ത് നമ്മുടെ പരീക്ഷയുടെ ടൈം കഴിയാനായിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചില ആളുകൾ ഇംഗ്ലീഷിൽ ലോക്കായി നിൽക്കും, ചില ആളുകൾ GK ഏതെങ്കിലും ചോദ്യത്തിൽ ലോക്കായി നിൽക്കും. അപ്പൊ നമുക്ക് പ്രയാസമാണ്. ആ പരീക്ഷ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൃത്യമായ രീതിയിൽ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മത്സര പരീക്ഷകളിൽ. അത് നമ്മൾ മോഡൽ എക്സാം എഴുതുമ്പോൾ സമയം വെച്ച് തന്നെ എഴുതണം. നമ്മളിവിടെ നമ്മൾ ഓഫ്ലൈൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് ഓൺലൈൻ കുട്ടികളെ കൊണ്ട് നിങ്ങളെ കൊണ്ടാണെങ്കിലും ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം തരാം. കൃത്യമായ രീതിയിൽ ആ 1 മണിക്കൂർ ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ പരീക്ഷ എന്താവും, കഴിയും. നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതുന്നത് മാത്രം മതി. നിങ്ങൾക്ക് സമയം തികഞ്ഞില്ലെങ്കിൽ അടുത്ത പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൈം തികഞ്ഞില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് പറഞ്ഞു. പരീക്ഷയ്ക്ക് ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്കുകൾ. ഒരു പരീക്ഷയിൽ നമ്മൾ എഴുതുമ്പോൾ ടോപ്പിക് എക്സാമുകളാണെങ്കിലും മോഡൽ എക്സാമുകളാണെങ്കിലും നമ്മൾ വെറുതെ സംശയമുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അടിച്ചു പോകും. വെറുതെ നമ്മൾ സംശയമുള്ള ചോദ്യങ്ങൾ കറുപ്പിക്കും. അങ്ങനെ കറുപ്പിക്കുന്ന സമയത്ത് അതൊക്കെ നെഗറ്റീവായിട്ട് വരും. എന്നിട്ട് നമ്മുടെ നല്ലൊരു വിഭാഗം മാർക്ക് നെഗറ്റീവായിട്ട് പോകും. പിന്നെ മാർക്ക് അവസാനം കൂട്ടുമ്പോൾ നമുക്ക് മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോൾ നെഗറ്റീവ് മാർക്ക് നമ്മളിവിടെ ഓഫ്ലൈൻ കുട്ടികളെ കയ്യിൽ നമ്മൾ മൈനസ് മാർക്കിന് ഫൈൻ വാങ്ങിക്കുന്നുണ്ട്. 10 നെഗറ്റീവ് കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ 20 രൂപ ഫൈൻ വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ 20 രൂപ ചെറിയ എമൗണ്ട് ആണ്, എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് അത് വലിയ എമൗണ്ട് തന്നെയാണ്, നിങ്ങൾക്കും വലിയ എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവരൊന്ന് സൂക്ഷിക്കും. ഞാനിത് വെറുതെ അടിച്ചു പോകണ്ട, അറിയുന്നത് മാത്രം പ്രാധാന്യം നൽകിയിട്ട് എന്ത് ചെയ്യാം, കറുപ്പിച്ചു പോവാം. അതുകൊണ്ട് തന്നെ അവരത് കൃത്യതയോടുകൂടി ചെയ്യും. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കും കേട്ടോ. പിന്നെ നമുക്കറിയാം മോഡൽ എക്സാമിൽ നമുക്ക് കിട്ടാത്ത ഭാഗങ്ങൾ, അറിയാത്ത ഏരിയ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് അതിന് പ്രാധാന്യം നൽകിയിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ആ പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾക്ക് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി കഴിയും. നമ്മൾ അതിന് സമയം മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക കേട്ടോ. ഓക്കെ ആണല്ലോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോ മോഡൽ എക്സാമുകൾ കഴിയുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സ്റ്റേജ് ഇപ്പൊ എവിടെയാണ്, ഞാൻ ഇനിയും കൂടുതൽ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞു വിജയത്തിലേക്കുള്ള ഫോർമുല എന്താണ് അല്ലെ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനെ നമ്മളൊന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത LDC പരീക്ഷയിൽ ആദ്യ റാങ്കിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കൃത്യമായ ഒരു ഫോർമുല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഒഫീഷ്യൽ സിലബസ് അടിസ്ഥാനമാക്കി നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ മുഴുവൻ പാഠഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യണം. പുറത്തുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പ്രാധാന്യം നൽകുന്നില്ല. നമ്മൾ പഠിച്ച് ഒന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ പുറത്തുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാം കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചിരിക്കുന്നുണ്ട്, ഇവിടെ സിലബസത്തെ കാര്യം തന്നെ പഠിച്ചു തീരില്ല, അപ്പോഴാണ് പുറത്തത്തെ കാര്യങ്ങൾ അല്ലെ. സോ നമ്മളെ കൊണ്ട് അതിനൊക്കെ കഴിയും. സിലബസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആക്കും, അത് വൃത്തിയായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കും കേട്ടോ. പിന്നെ SCRT NCRT പാഠഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. നമ്മുടെ കോഴ്സിൽ തന്നെ നമ്മളത് പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രാധാന്യം നൽകുന്നു. നമ്മുടെ കോഴ്സിൽ അതിന് എക്സാമിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പ്രാധാന്യം നൽകി. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തരും, അതിന് എക്സാമുകൾ നടത്തും. പിന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. റെഗുലർ ആയിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം, മോഡൽ എക്സാമുകൾ ചെയ്യണം. ഏറ്റവും അവസാനം
ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ട്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഇതാണ് വിജയത്തിലേക്കുള്ള ഗോൾഡൻ ഫോർമുല എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അടുത്ത് വരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടാവും. ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളോട്, അമ്മ അല്ലെങ്കിൽ അച്ഛ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, സുഹൃത്താണെങ്കിൽ സുഹൃത്ത്, നിങ്ങളുടെ അനിയത്തി ആണെങ്കിൽ അനിയത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾ പഠിക്കണമെന്നും നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ എത്തണമെന്നും ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി ആവണമെന്നും അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരാളോട് ആ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത്, ഞാൻ ഇന്ന റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത്തെ റാങ്കിനുള്ളിൽ ഞാനുണ്ട്, അല്ലെങ്കിൽ 5ാം റാങ്കിൽ ഞാനുണ്ട്, 10ാം റാങ്കിൽ ഞാനുണ്ട്, ആദ്യത്തെ 50ൽ ഞാനുണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രം. മനസ്സിലായില്ലേ? ഇത് ഫോളോ ചെയ്യാതെ വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടോ വെറുതെ കുറെ കാര്യങ്ങൾ നോക്കി പോയിട്ടോ കിട്ടില്ല. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. അത്യാവശ്യം സമയമായെന്ന് തോന്നുന്നു നമ്മൾ ലൈവ് തുടങ്ങിയിട്ട്. സോ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. സോ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് എനിക്കിത് വേണം, എനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ള മനസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കിത് കിട്ടും കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കുക, നാളെയല്ല, ഇന്ന് തന്നെ. ഈ ലൈവ് കട്ടായത് മുതൽ തന്നെ ഒരു 10 പോയിന്റെങ്കിൽ 10 പോയിന്റ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിലായി പറഞ്ഞ കാര്യം? ഓക്കെ, നമ്മുടെ ബാച്ചിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും നമ്മൾ ജസ്റ്റ് പറഞ്ഞു. അതിന്റെ ഫീസും അതിന്റെ എക്സാമും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്ത് ചെയ്യാം, മറുപടി നൽകാം. എന്നാൽ ഈ ക്ലാസ് കാണാൻ കഴിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു മുഷിപ്പില്ലാതെ എന്ത് ചെയ്യാം, ഇതുവരെ തുടർച്ചയായിട്ട് പോകും. നമ്മുടെ ഇന്ററാക്ഷൻ ഇടയ്ക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ച് ഓഗസ്റ്റ് 5ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഓഗസ്റ്റ് 5ാം തീയതി നമ്മൾ നമ്മുടെ ബാച്ച് ആരംഭിക്കും. ഓഗസ്റ്റ് 5ാം തീയതി മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകും. വീക്കിലി 3 അധ്യാപകരുടെ ക്ലാസ്, ഒരു ദിവസത്തെ ക്ലാസ് 6 മണിക്കൂറിലധികം ക്ലാസ്സുകൾ, 2 മണിക്കൂറിലധികമുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. സോ തുടക്കത്തിൽ 5ാം തീയതി ബുധൻ, അതുപോലെ തന്നെ 7ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ക്ലാസ് തരും. അതോടൊപ്പം തന്നെ അടുത്ത തിങ്കളാഴ്ച പഠിക്കേണ്ട പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. കൃത്യമായിട്ട് ഒരു മാസത്തെ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഏതൊക്കെയാണ് അധ്യാപകരുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക, ഏതൊക്കെ പരീക്ഷകളാണ് ഈ മാസത്തിൽ ഉണ്ടാവുക, വീക്കിലി റിവിഷൻ എക്സാം എന്നാണ് ഉണ്ടാവുക, ഏതൊക്കെ ദിവസങ്ങളാണ് മറ്റ് എക്സാമുകൾ ഉണ്ടാകുന്നത്, കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യും, ഒരു മാസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നൽകും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്, ഈ കോഴ്സ് നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SCRTക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ എക്സാംസ് ഓരോ വീക്കിലും നടത്തുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ നടത്തും, പിന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തും. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. സോ കൃത്യമായ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. ധൈര്യമായിട്ട് ഈ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് നൽകുന്നു. നമ്മൾ നിമിത്തം എന്നൊക്കെ പറയാറില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് നിമിത്തമാകും. സോ ഈ ലൈവ് ക്ലാസ്സും വിഷൻ BSCയുടെ പരസ്യം കണ്ടും നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാനും ഈ ലൈവ് ക്ലാസ് കാണാനും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിമിത്തമാവാൻ വേണ്ടി പോവുകയാണ്. കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു, കൃത്യമായിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ നിങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. സോ ഇതിന് നിമിത്തമാണ് വിഷൻ BSCയിൽ നിങ്ങൾ ബന്ധപ്പെട്ടത്. കൃത്യമായ പരിശീലനം നിങ്ങൾക്ക് നൽകും കേട്ടോ. അപ്പൊ 5ാം തീയതിയാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. പരീക്ഷകൾ കൃത്യമായിട്ടുണ്ടാവും, ക്ലാസ്സുകൾ നൽകും. സോ നമുക്ക് ഫീസ് എന്ന് പറയുന്നത് 2999 ആണ് കേട്ടോ. അതായത് 3000 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. നമ്മൾ മുമ്പ് മന്ത്ലി ഫീസ് ആയിട്ട് 600 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബാച്ച് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഒരു വർഷത്തിന് ഏകദേശം 7200 രൂപ ഫീസ് വരും. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് ഫീ ആയിട്ട് കൂട്ടിയാൽ പോലും 6000 രൂപയാണ് നമ്മൾ ഒരു വർഷത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ നമ്മൾ 50% ഡിസ്കൗണ്ടിൽ ഇപ്പൊ നമുക്ക് 2999 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? ശരി, ഇനി നിങ്ങൾ പറഞ്ഞ സംശയങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം കേട്ടോ. ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം. ഓക്കെ, നിങ്ങളുടെ കമന്റുകൾ ഇപ്പൊ ലൈവായിട്ട് എന്തെങ്കിലും കമന്റുകൾ പറഞ്ഞോളൂ.
വൺ ടൈം ഫീസാണ് 2999. അതിൽ 1 വർഷമാണ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഉണ്ടാവുക. 1 വർഷത്തിൽ പരീക്ഷ നടക്കാൻ സാധ്യത കുറവാണ്. എന്നാലും അതിനുശേഷം നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നൽകും. ഫുൾ സപ്പോർട്ടായിട്ട് തന്നെയായിരിക്കും നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ഓക്കെ, ലക്ക് വേണം അല്ലെ? ലക്കല്ല, ലക്കൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ പഠിക്കാതെ വെറുതെ ലക്ക് മാത്രം കാത്തിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് ലക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇപ്പൊ നിലവിൽ സർക്കാർ സർവീസിൽ കയറിയിട്ടുള്ള മുഴുവൻ ആളുകളും നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇതെനിക്ക് വേണം എന്ന് വിചാരിച്ച് പഠിച്ച ആളുകൾ മാത്രമാണ്. അല്ലാത്ത ആരെയും നിങ്ങൾക്ക് കിട്ടില്ല, അല്ലാത്ത ആരെയും കിട്ടില്ല. ലക്ക് കൊണ്ട് മാത്രം കയറിയ ഒരാൾ പോലും ഇല്ല. മുഴുവൻ ആളുകളും നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരാണ് നിലവിൽ നിന്ന് വിവിധ സർക്കാർ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നത്. സോ അവർക്ക് ആവശ്യമായിരുന്നു, എനിക്കിത് കിട്ടണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അഹോരാത്രം ഇരുന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു. അതുകൊണ്ട് അവർക്ക് കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ലക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പരീക്ഷ പോകുന്ന സമയത്ത് നമുക്ക് ആ പരീക്ഷ ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടി കഴിയും. അന്ന് നമുക്ക് പനി ഇല്ലാതിരിക്കാം. അപ്പൊ നോക്കൂ, ഇന്നലെ നല്ല മഴയായിരുന്നു, PSC പരീക്ഷ റദ്ദാക്കിയിട്ടില്ല. ചില ഏരിയകളിലൊക്കെ പരീക്ഷ എഴുതാൻ കഴിയാത്ത ആളുകളുണ്ട്. സോ അത്തരം ആളുകൾക്ക് അവിടെ ലക്കില്ല. അവിടെ ലക്കെന്ന് പറയാം അല്ലെ? അവർക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നു, കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ വന്നു. പരീക്ഷ നന്നായിട്ട് പഠിച്ച ആളുകളാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പോയ ആളുകൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം കയറും എന്നുള്ള പേടിയുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിലെ നല്ല സാഹചര്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത്? ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല സാഹചര്യം, അതാണ് ലക്ക് എന്ന് പറയുന്നത് കേട്ടോ. മറ്റതെല്ലാം നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം, കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം. ഞാനിപ്പോ PSCക്ക് രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് കിട്ടും. ഇതിനു മുമ്പ് തുടങ്ങിയ ആളുകളൊന്നും നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് മുതൽ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാം, നിങ്ങൾക്ക് കിട്ടും. എനിക്ക് നല്ല കെയർ വേണം, നല്ല കെയറും നല്ല അടിയും കിട്ടും. ഇവിടുന്ന് അടിച്ച് നിങ്ങളെ പഠിപ്പിക്കും, ചീത്ത പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കും കേട്ടോ. ഓരോ വീക്കിലും ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ ബാച്ചിൽ ലൈവ് വരും. ആ ഒരാഴ്ചയിൽ നിങ്ങളുടെ പഠനം വിലയിരുത്തും. കൃത്യമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ട ഫോളോ അപ്പ് നൽകും. ഓക്കെ, മറ്റ് സംശയങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ? PSCക്ക് ഇതുവരെ പഠിക്കണ്ട കേട്ടോ. തുടക്കം മുതലാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് പഠിക്കണം, കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. എനിക്ക് പഠിക്കണം, ഇത് കിട്ടണം എന്നുള്ള വാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നേടാൻ വേണ്ടി കഴിയും കേട്ടോ. എനിക്ക് മാത്സ് ഒന്നും അറിയില്ല. മുകളിൽ പറഞ്ഞ കുറച്ച് കമന്റുകളായിരുന്നല്ലോ. മാത്സ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. തുടക്കം മുതൽക്കുള്ള ക്ലാസ്സുകൾ, എല്ലാ സബ്ജക്റ്റിന്റെയും തുടക്കം മുതൽക്കുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഒരു മുഷിപ്പും ഉണ്ടാവില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പോകാൻ കഴിയും. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, മറ്റ് പല ഓൺലൈൻ ക്ലാസ്സുകളും നൽകുന്നത് പോലെ ഒരു ദിവസം 3 ക്ലാസ് 5 ക്ലാസ്സുകളൊന്നുമില്ല. ഡെയിലി ക്ലാസ്സുകളില്ല. അത് തുടക്കത്തിലില്ല, പിന്നീട് തരുകും. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഉൾപ്പെടുത്താത്തത്? നിങ്ങൾ മുഷിപ്പാവും, നിങ്ങളുടെ മനം മടുക്കും, നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഇല്ലാതാവും. നിങ്ങൾ അത്രയും താല്പര്യത്തോടു കൂടി വന്നിട്ട് ഇങ്ങനെ ക്ലാസ്സുകളും ഇങ്ങനെ വലിയ രീതിക്കുള്ള കാര്യങ്ങളും ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഫോളോ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹങ്ങളെ തളർത്തും. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത്. തുടക്കത്തിൽ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. പോകുന്ന പോക്കിൽ നമ്മളിതൊക്കെ വർദ്ധിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഓക്കെ, നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വരാൻ കഴിയുന്ന ആളുകൾക്ക് വിഷൻ PSCക്ക് ബ്രാഞ്ചുകളുണ്ട്. നിലമ്പൂർ, ചുങ്കത്ര, അതുപോലെ തന്നെ പൂക്കൂട്ടുംപാടത്ത് നമ്മുടെ കരിയർ എന്ന് പറയുന്ന നമ്മുടെ സഹോദര സ്ഥാപനമുണ്ട്. അതുപോലെ തന്നെ വണ്ടൂരുണ്ട്, വളാഞ്ചേരി ഉണ്ട്, കോട്ടക്കലുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് വരാൻ കഴിയും. നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് വരാം. ഡയറക്റ്റ് കെയർ നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ എപ്പോഴും മികച്ചു നിൽക്കുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ക്ലാസ്സിലേക്ക് വരുന്നു. നിങ്ങളുടെ ചിന്ത സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ചിന്ത ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഒപ്പമുള്ള ആളുകളടക്കം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠനമായിരിക്കും നിങ്ങളുടെ മുൻഗണന എന്ന് പറയുന്നത്. മറ്റേത് ഓൺലൈൻ ക്ലാസ് ആണ്. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം.
നമ്മളെ സാഹചര്യങ്ങളോട് പടപൊരുതിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നേറേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ SCRT റാങ്ക് ഫയൽ, PYQ റാങ്ക് ഫയലിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല, LDCയുടെ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. കാരണം അതിൽ 3 വോളിയങ്ങളൊക്കെ ആയിട്ട് ടാലന്റ് അക്കാഡമിയുടെയും ലക്ഷ്യയുടെ ഒക്കെ ബുക്കുകൾ ഉണ്ട്. അത് ഏകദേശം ഒരു വോളിയം ബുക്ക് മാത്രമേ ഏകദേശം ഇത്ര വരും. ഇങ്ങനത്തെ ബുക്കുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് വേണം. തുടക്കത്തിൽ നമ്മൾ ഈ പരീക്ഷകളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ പരീക്ഷയിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പൊ നിങ്ങളുടെ മാർക്ക് പെട്ടെന്ന് റേഞ്ച് മാറും. പിന്നെ മാത്രമല്ല, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ഏരിയ മാത്രം പഠിക്കാതെ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ആ ഏരിയയിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പരീക്ഷകൾ നടത്തുന്നത്. PYQന്റെ ബുക്ക് കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ 900 രൂപയാണ് PYQ റാങ്ക് ഫയലിന്റെ പുസ്തകത്തിന്റെ വില വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെ പഠിക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഞാനൊരു ഓഫറിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ നാളെ തിങ്കളാഴ്ചയും കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഫീസിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന PYQയുടെ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും കേട്ടോ. ഈ റാങ്ക് ഫയൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. അത് നാളെ തിങ്കളാഴ്ചയും കൂടി അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് മാത്രം. നമ്മളൊരു ഓഫർ കൊടുത്തിരുന്നത് ആദ്യത്തെ 50 പേർക്കാണ്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെയും കൂടി അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക്, അത് എത്ര പേരുണ്ടെങ്കിലും അവർക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ റാങ്ക് ഫയൽ ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും ഈ പുസ്തകം കേട്ടോ. നാളെയും കൂടി അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് മാത്രം. ഈ പുസ്തകത്തിന്റെ വില 900 രൂപയാണ് MRP വില കേട്ടോ. സോ നമ്മുടെ 2999 രൂപയുടെ ഈ 3000 രൂപയുടെ കോഴ്സിൽ 900 രൂപയുടെ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകും. നാളെയും കൂടി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം, ഇന്നും നാളെയും ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം. എത്ര പേരുണ്ടെങ്കിലും അവർക്കൊക്കെ ഇത് അയച്ചു നൽകും. സാർ, ഞാൻ തുടക്കക്കാരിയാണ്, അതുകൊണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ്, അഡ്വൈസ് മെമ്മോ, ഇതിന്റെ പരിധി, ഇതൊക്കെ എന്താന്നുള്ളത് പറയണമെന്നാണ് ഒരാൾ പറഞ്ഞത് കേട്ടോ. പല ആളുകൾക്കും ഇത് കാണുന്ന പല ആളുകൾക്കും അത് അറിയാൻ താല്പര്യം ഉണ്ടാവും. PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്ന 2 പേരുകളാണ്, ഒന്ന് മെയിൻ ലിസ്റ്റ്, മറ്റൊന്ന് സപ്ലിമെന്ററി ലിസ്റ്റ്. അപ്പൊ എന്താണ് മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്കും അതിന് മുകളിലും മാർക്കുള്ള ആളുകളാണ് ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ PSC നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്കിന് താഴെയുള്ള ചില കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സപ്ലിമെന്ററി ലിസ്റ്റ്. ഏതൊക്കെയാണ് കാറ്റഗറി? പ്രധാനപ്പെട്ട കാറ്റഗറി SC STക്കാര്, OBCക്കാര്, ഇങ്ങനെയുള്ള ചില പ്രത്യേക കാറ്റഗറിക്കാർക്ക്, വിശ്വകർമ്മ പോലുള്ള കാറ്റഗറിയുള്ള ആളുകൾക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ മെയിൻ ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് കിട്ടിയില്ലെങ്കിലും അതിന് താഴെയുള്ള അടുത്ത മാർക്കുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിൽ ഇടം നേടാം. എന്തിനാണ് PSC ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, PSCക്ക് സംവരണമുണ്ട്. സംവരണം അടിസ്ഥാനമാക്കിയിട്ടാണ് PSC നിയമനങ്ങൾ നടക്കുന്നത്. അതായത് ഇത്ര ആളുകൾ പോകുന്ന സമയത്ത് ഇത്ര ജനറൽ ആയിട്ടുള്ള ആളുകൾ പോകുമ്പോൾ ഇത്ര SC STക്കാരെ വിളിക്കണം, ഇത്ര OBCക്കാരെ വിളിക്കണം എന്നുള്ള കൃത്യമായിട്ട് കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം പോകുമ്പോൾ നമുക്കറിയാം ഈ റാങ്ക് ലിസ്റ്റിൽ STക്കാർക്ക് വളരെ കുറവായിരിക്കും, SCക്കാർ വളരെ കുറവായിരിക്കും, OBCക്കാർ കുറവായിരിക്കും, അങ്ങനെ കുറവുണ്ടാവും. അപ്പൊ അങ്ങനെ റൊട്ടേഷൻ ചാർട്ട് വരുന്ന സമയത്ത് മെയിൻ ലിസ്റ്റിൽ ആള് ഇല്ലെങ്കിൽ ആ റൊട്ടേഷൻ ചാൻസ് പ്രകാരം ആർക്ക് ജോലി കൊടുക്കും? സപ്ലിമെന്ററി ലിസ്റ്റിൽ വരുന്ന ഈ വിഭാഗം ആളുകൾക്ക് ജോലി കൊടുക്കും. മെയിൻ ലിസ്റ്റിൽ ആ ആള് ഇല്ലെങ്കിൽ മാത്രം. മനസ്സിലായല്ലേ? അങ്ങനെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കും കേട്ടോ. അതിനാണ് മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് 2 ലിസ്റ്റുകൾ കൊടുത്തുള്ളത്. എന്നാൽ മെയിൻ ലിസ്റ്റ് പൂർണ്ണമായിട്ടും PSC എന്ത് ചെയ്തു? വിളിച്ചു. മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പിന്നീട് ഒരാളെ പോലും വിളിക്കില്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? കാലാവധി ബാക്കി ഉണ്ടെങ്കിലും മെയിൻ ലിസ്റ്റിൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആളെ വിളിക്കില്ല. മെയിൻ ലിസ്റ്റിന്റെ ആളെ വിളിച്ച് മുഴുവനായതിനു ശേഷം ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ആ ദിവസത്തോടു കൂടി എന്ത് ചെയ്യും? അവസാനിക്കും. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ സമയം ബാക്കി ഉണ്ടെങ്കിലും. ഇപ്പൊ LDC പോലുള്ള പരീക്ഷകളാണെങ്കിൽ LDCയുടെ കാലാവധി 3 വർഷമാണ്. ഇപ്പൊ നമ്മൾ 2025 നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ 2028 മാർച്ചിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് അന്നാണ് വരിക. 2027 സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി പരീക്ഷ നടത്തി
2028 മാർച്ചോട് കൂടിയിട്ട് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2028 മാർച്ച് വരെ ഉണ്ട്. അപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് മുഴുവൻ ആളുകളെയും 2027 അവസാനം ഡിസംബറിൽ വിളിച്ചു കഴിഞ്ഞു. പക്ഷെ കാലാവധി 28 വരെ ഉണ്ട്. പക്ഷെ റാങ്ക് ലിസ്റ്റിൽ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കാലാവധി അന്നത്തോടു കൂടി കഴിയും. അന്ന് മുതൽക്കുള്ള വേക്കൻസി പുതിയ റാങ്ക് ലിസ്റ്റ് ആളുകൾക്ക് കിട്ടും കേട്ടോ. ഇതാണ് സപ്ലിമെന്ററി ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അഡ്വൈസ് മെമ്മോ അല്ലെ? അഡ്വൈസ് മെമ്മോ PSC ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്ക് ആദ്യം അയക്കുന്നത് അഡ്വൈസ് മെമ്മോ ആയിരിക്കും. അഡ്വൈസ് മെമ്മോ അയച്ച് 3 മാസത്തിനുള്ളിൽ ആൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കണം കേട്ടോ. ഇതാണ് പറയുന്നത്. അതിൽ അഡ്വൈസ് മെമ്മോ ലഭിക്കും. അതായത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് PSC അഡ്വൈസ് മെമ്മോ അയക്കും. അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ, ജോയിൻ ചെയ്യാനുള്ള ഓർഡർ വരും. ആദ്യം നിങ്ങൾക്ക് തസ്തിക ഏതെന്ന് അറിയും. ജോയിൻ ചെയ്യാൻ സമയത്ത് നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും. ആദ്യം ഡിപ്പാർട്ട്മെന്റ് അറിയാൻ വേണ്ടി കഴിയും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോടാ? ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ. പിന്നെ റാങ്ക് ഫയൽസിന്റെ കാര്യങ്ങൾ പല ആൾക്കാരും നമ്മൾ കുട്ടികളുടെ ഡയറക്റ്റ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന കാര്യം, എൻ്റെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ട്. നിങ്ങൾ 2021 ശേഷം നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, LDCയുടെയോ LGSന്റെ ഒക്കെ റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒരു പുതിയ അപ്ഡേഷൻ റാങ്ക് ഫയൽ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിൽ കറണ്ട് അഫയേഴ്സിന് മാത്രമായിരിക്കും മാറ്റം ഉണ്ടാവുക. കാരണം സിലബസ് മാറുന്നില്ല. ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ LDCയുടെ ഒരു 3 വോളിയം 4 വോളിയുള്ള ബുക്ക് വാങ്ങി, അന്ന് 1000-1500 രൂപ ഇപ്പോൾ വിലയാണ്. പുതിയ റാങ്ക് ഫയൽ നിങ്ങൾ വീണ്ടും വാങ്ങിക്കണ്ട. ചെറിയ പുസ്തകങ്ങൾക്ക് വില കുറവാണ്. സോ ആ റാങ്ക് ഫയലത്തെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കാം. കറണ്ട് അഫയേഴ്സ് വരുന്ന സമയത്ത് ഇതിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. സാർ ഒരു ഡൗട്ട്, വീക്കിലി 3 ക്ലാസ്സസ് ആണ് ഉണ്ടാവുക? തുടക്കത്തിൽ വീക്കിലി 3 ക്ലാസ്. നമ്മൾ ഓഫ്ലൈനിന് നമ്മളിപ്പോൾ വീക്കിലി 3 ക്ലാസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ക്ലാസ് നൽകും. അപ്പൊ തിങ്കൾ, ചൊവ്വ കൊണ്ട് 1 മണിക്കൂർ ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിങ്കളും ചൊവ്വയും കൊണ്ട് ആ ക്ലാസ് കണ്ടു തീർക്കാം. ബുധനാഴ്ച അടുത്ത ക്ലാസ് അപ്ഡേറ്റ് ആവും. ബുധൻ, വ്യാഴം കൊണ്ട് ആ ക്ലാസ് കണ്ടു തീർക്കാം. അടുത്ത ദിവസം വെള്ളിയാഴ്ച അടുത്ത ക്ലാസ്, വെള്ളി, ശനി കൊണ്ട് ആ ക്ലാസ് കണ്ടു തീർക്കാം കേട്ടോ. സമയം പരിധി കുറവുള്ള ആൾക്കാർക്ക്, ഒരു ദിവസം തന്നെ മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയുന്ന ആൾക്കാർ അങ്ങനെ കണ്ടു തീർക്കാം. പിന്നെ അടുത്ത് വരുന്ന പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ പഠിക്കാം കേട്ടോ. തുടക്കത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അത്യാവശ്യം പഠിക്കാനുണ്ടാവും. നിങ്ങളത് പഠിച്ചു തുടങ്ങുമ്പോൾ അറിയാം കേട്ടോ. പിന്നെ വിഷൻ PSCക്ക് ഒഫീഷ്യലായിട്ട് വിഷൻ PSC നിലമ്പൂർ എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ആ ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ക്ലാസ് നോട്ടുകൾ, ടൈം ടേബിൾ മുഴുവൻ നൽകുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്ലാസ്സുകൾ കാണാൻ വേണ്ടി കഴിയും. മുഴുവൻ ക്ലാസ്സുകളും റെക്കോർഡർ ആയിരിക്കും. നമ്മൾ ക്ലാസ് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ അതാത് ദിവസം വൈകുന്നേരം 6 മണിക്കാണ് ആപ്പിൽ നിങ്ങളുടെ ക്ലാസ് ആക്റ്റീവ് ആകുക. 6 മണിക്ക് ആ ക്ലാസ്, ഇപ്പൊ തിങ്കളാഴ്ചത്തെ ക്ലാസ് 6 മണിക്ക് ക്ലാസ്സിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാം. അതായത് 1 വർഷം വരെ ആ സെയിം ക്ലാസ്, തുടക്കത്തിലുള്ള ക്ലാസ് തന്നെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ വീണ്ടും ഒന്ന് കാണാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. വൈകുന്നേരം 6 മണിക്ക് മാത്രമേ പുതിയ ക്ലാസ്സുകൾ ആക്റ്റീവ് ആകൂ എന്ന് മാത്രം. പഴയ ക്ലാസ്സുകൾ എപ്പോൾ വേണേലും കാണാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. ഇതാണ് ആപ്പിലാണ് ക്ലാസ് ഉണ്ടാവുക. ആപ്പിലാണ് നമ്മൾ ക്ലാസ്സിനോടൊപ്പം തന്നെ ക്ലാസ്സിന്റെ താഴെ നോട്ട് കാണാനുള്ള സംവിധാനം ഉണ്ട്. ആ നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് കാണണമെങ്കിൽ നെറ്റുള്ള സമയത്ത് എന്ത് ചെയ്യാം? ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആപ്പിൽ ആ ക്ലാസ് നെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലും കാണാം. നിങ്ങൾക്ക് ആപ്പിൽ ഫോണിലേക്ക് ഡൗൺലോഡിങ് നടക്കില്ല, ക്ലാസ് മാത്രം. എന്നാൽ PDF ആയിട്ട് തരുന്ന അധ്യാപകരുടെ ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് കടയിൽ നിന്ന് പ്രിന്റ് എടുക്കണമെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്ന് പ്രിന്റ് എടുക്കാം കേട്ടോ. നോട്ട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ നോട്ട് വളരെ മികച്ച രീതിയിൽ തയ്യാറാക്കിയ നോട്ടാണ്. ഇതിപ്പോ ഒരു ക്ലാസിന്റെ നോട്ടാണ്. ഇപ്പൊ SCRTയുടെ ഒരു ക്ലാസിന്റെ നോട്ടാണിത്. SCRT ക്ലാസ് നോട്ട്, സ്വതന്ത്ര ഭാരതം വെല്ലുവിളികളും പുനഃസംഘടനയും എന്ന് പറയുന്ന ഒരു ക്ലാസ് നോട്ട്. ഈ ക്ലാസ് നോട്ടിൽ നമ്മൾ SCRT NCERTയുടെ ചില ഭാഗങ്ങൾ വിശകലനം ചെയ്ത് പോകുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, റാഡ്ക്ലിഫ് കമ്മീഷന്, ഗാന്ധിവധവും പ്രധാനപ്പെട്ട സാഹിത്യ സംഭാവനകൾ, പിന്നെ റിവിഷൻ ചാർട്ടുകൾ, മുൻകാല PSC ചോദ്യങ്ങൾ. ഇതാണ് ഈ ക്ലാസ്സിൽ അധ്യാപകന് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്തുള്ള കാര്യം. മനസ്സിലായോ? ക്ലാസ്സിൽ അധ്യാപകൻ ഡിസ്കസ് ചെയ്തുള്ള ക്ലാസിന്റെ നോട്ടാണിത് കേട്ടോ. അത് നോക്കൂ, തുടക്കം മുതൽ നിങ്ങൾക്ക് കാണാം. സമകാലിക സംഭവങ്ങൾ സാർ എന്ത് ചെയ്യും? ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ,
പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, അതുമായി ബന്ധപ്പെട്ട് സാറ് ക്ലാസ് എടുത്ത ചോദ്യം നോക്കൂ. ഇതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കൂ. PSC ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. സോ ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു SCRT ബുക്കിന്റെ മാതൃകയിൽ ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ, ഈ ക്ലാസ്സും നോട്ടും വെച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാനും കാര്യങ്ങൾ കാണാനും കഴിയും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് നോട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓരോ പോയിന്റുകളും PSC ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്, പ്രിവി പോയിസ് നിർത്തലാക്കിയത്, നാട്ടുരാജ്യക്കന്മാർക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകിയിരുന്ന സാമ്പത്തിക സഹായമായ പ്രിവി പേസ് 1971 26ാം ഭരണഘടനാ ഭേദഗതിയുടെ ഇന്ദിരാഗാന്ധിയാണ് നിർത്തലാക്കിയത്. സോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നോട്ടുകൾ ഉണ്ടാവുക കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെയാണ് ക്ലാസ് നോട്ടുകൾ ഉണ്ടാവും. ഓക്കെ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഫുൾ എമൗണ്ട് നാളെ പേ ചെയ്താൽ മതി. നാളെ പേ ചെയ്യണം കേട്ടോ. നമ്മൾ 1 ടൈം പേയ്മെന്റ് ആണ്, കാരണം ചെറിയൊരു ഫീസ് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്ലി ഫീസ് സ്ട്രക്ചറിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 600 രൂപയാണ് നമ്മൾ മന്ത്ലി ഫീസ് സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. അങ്ങനെ അടക്കുന്ന ആളുകൾക്ക് ഒരു വർഷത്തേക്ക് 7200 രൂപയാണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഓഫറിൽ എത്ര വരുന്നുള്ളൂ? വെറും 3000 രൂപയെ വരുന്നുള്ളൂ. അത് തന്നെ ഇന്നും നാളെയും അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്കും, നേരത്തെ അഡ്മിഷൻ എടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ റാങ്ക് ഫയൽ കൊടുത്ത ആളുകൾക്കും 900 രൂപ വില വരുന്ന ഈ റാങ്ക് ഫയലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിന് ആകെ വരുന്നത് ശരിക്കും എത്രയേ ഉള്ളൂ? 2100 രൂപ മാത്രമേ നിങ്ങൾക്ക് വില വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേയ്മെന്റ് എന്ത് ചെയ്യണം? മുഴുവൻ പേയ്മെന്റും ചെയ്യണം. പിന്നെ നിങ്ങൾ പേയ്മെന്റിന് വേണ്ടി നിങ്ങൾ പിറകെ നടക്കുന്നില്ല. പിന്നെ നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും, മെന്ററോട് കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും വരും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ പഠനങ്ങൾ വിലയിരുത്തും, നിങ്ങൾക്ക് ആവശ്യമായ മോട്ടിവേഷൻസ് നൽകും. നമ്മൾ അങ്ങനെ മുഷിപ്പില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഈ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ആകും. പിന്നെ അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾ ഈ തുടക്കം മുതൽക്കുള്ള ആവേശം ഒടുക്കം മുതൽ വരെ നിങ്ങൾ കാണിക്കും വേണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ കാണിക്കണം. എനിക്കിത് വേണം, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് കടന്നു പോകുന്നത്, എനിക്കിത് കിട്ടിയേ തീരൂ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിഷൻ PSC ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. അല്ലാത്തവരാരും ജോയിൻ ചെയ്യേണ്ട. പഠിക്കാൻ താല്പര്യമില്ല, ഫോളോ ചെയ്യാൻ താല്പര്യമില്ല, അല്ലാത്ത ആൾക്കാർ ജോയിൻ ചെയ്യേണ്ട. പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്ത് സൗദി അറേബ്യയിലേക്ക് പോയാൽ ഇത് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം. ഓൺലൈൻ ക്ലാസ് അല്ലേ? നിങ്ങളുടെ ഫോണിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടെ വന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കേട്ടോ. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളാണോ? നിങ്ങളുടെ ഫോണിലാണ് ക്ലാസ് ഉണ്ടാവുക. ഇന്റർവെൽ സമയത്ത്, ഇടവേള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കാണാം. ഫുഡ് ഇന്റർവെൽ എടുക്കുന്ന സമയത്ത് കാണാം. ഫുഡ് ഇപ്പൊ നമ്മൾ ഫോണിൽ ഇൻസ്റ്റഗ്രാമും അതൊക്കെ തോണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് ഇത് കാണാം, ഫോണിലിട്ട് കാണാം. അപ്പൊ തൊട്ടടുത്ത ആളുണ്ടോ, ഞാൻ പണിക്ക് പോകുന്ന ആളുകൾ എന്നെ നോക്കുവോ, എന്നെ അവർ കളിയാക്കുവോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. നമ്മൾ പഠിച്ചാൽ നമ്മളും നമ്മുടെ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തി പഠിക്കാം. ബസ്സിൽ വരുന്ന യാത്ര ചെയ്യുന്ന സമയത്ത് പഠിക്കാം. ഫോണിന്റെ വാൾപേപ്പർ ആക്കി വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം. ഓരോ കണ്ടന്റ് നമ്മുടെ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നുണ്ട് പ്രിന്റ് ആയിട്ട്, അത് നിങ്ങൾക്ക് തുറന്നു വെച്ച് പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പഠിക്കാം. അങ്ങനെ എല്ലാ സമയവും നിങ്ങൾ എന്ത് ചെയ്യാം? പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിയും കേട്ടോ. വിഷൻ PSC പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതിയോ? നമ്മൾ മുഴുവൻ സിലബസും കൃത്യമായ രീതിയിൽ നമ്മൾ കവർ ചെയ്യും. നിങ്ങളത് കൃത്യമായ രീതിക്ക് തന്നെ പഠിക്കാം. അപ്പൊ തുടക്കം മുതൽക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ രീതിക്കാരും കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുക. അപ്പൊ ആ ദിവസം നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പഠിക്കുക. വിഷൻ തരാൻ നിൽക്കണ്ട, വിഷൻ PSC തരാൻ നിൽക്കണ്ട. നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് തീർക്കും. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ തരുന്നതെങ്കിൽ നിങ്ങൾ കവർ ചെയ്ത് പോയാൽ മതി. സോ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ റേഞ്ച് തന്നെ മാറും കേട്ടോ. ഒരു വർഷം കൊണ്ട് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തീർക്കും. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? പിന്നെ ക്ലാസ്സുകൾ എന്ന് ആപ്പിനെ പറ്റി പറയും. ഓക്കെ,
നമ്മുടെ ആപ്പ് വിഷൻ PSC നിലമ്പൂർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അതൊന്ന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ തന്നെ സ്വയം രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, പാസ്വേഡ് ഒക്കെ നിങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് എടുത്ത് കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് ആപ്പിന്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ ഞാനൊരു ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അങ്ങനെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിൽ എങ്ങനെയാണ് അധ്യാപകരുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക, പരീക്ഷയുടെ സെക്ഷൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് പരീക്ഷകൾ നടത്തുന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. വാട്സപ്പിൽ ക്ലാസ് കിട്ടില്ല. നമുക്കൊരു ആപ്പ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്കൊരു ആപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ ക്ലാസ് കിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതേപോലെ ഈ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. അതാണ് നമ്മളെ പ്രത്യേകത. ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ട് നൽകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ് ആണ്. അതുപോലെ തന്നെ കൃത്യമായ ഫോളോ അപ്പിംഗ് ഉണ്ടാവും, കൃത്യമായിട്ട് പരീക്ഷകൾ ഉണ്ടാവും. സോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് നമ്മളെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുറത്തുള്ള വേറെ സ്ഥാപനത്തിലൊക്കെ പോകുന്ന ആളുകൾ ഈ രീതിക്ക് തന്നെ ആവണം നിങ്ങളുടെ പഠനം എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ലൈവ് അവസാനിപ്പിക്കട്ടെ. കോഴ്സിന്റെ വാലിഡിറ്റി 2027 ഒരു വർഷമാണ്. അപ്പൊ ഇന്ന് തുടങ്ങി കഴിഞ്ഞത് ഓഗസ്റ്റ് മാസമാണ്. 2027 ഓഗസ്റ്റ് മാസം വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവും. നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. സോ ആ 2 മാസം നമ്മൾ റിവിഷൻ ആയിട്ട് നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ടാവും കേട്ടോ. എക്സാം വരെ തന്നെ നമ്മൾ പിറകെ ഉണ്ടാവും. കോഴ്സിന്റെ കാലാവധി ഒരു വർഷം പറയുന്നെങ്കിലും നമ്മൾ എക്സാം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്നത്തെ വെബിനാർ പഠനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ പഠനത്തിന് ഇതൊരു മുതൽക്കൂട്ടായെങ്കിൽ അല്ലെങ്കിൽ ആവുമെങ്കിൽ അത് എനിക്കും വിഷൻ PSCക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അത് നിങ്ങളുടെ പഠനത്തിൽ മികച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ ഇന്നത്തെ ക്ലാസ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് ലൈവ് അവസാനിപ്പിക്കാം. വിഷൻ PSCയുടെ ആപ്പിൽ കയറാം. വാട്സപ്പ് നമ്പർ ഞാൻ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ താഴത്ത് കാണുന്നില്ലേ, ഓൺലൈൻ ക്ലാസ്സിൻ്റെ. നിങ്ങൾ ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ അത് നോക്കുക. അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഞാനിപ്പോ ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ ഓൺലൈൻ നമ്പർ കേട്ടോ. ഞാൻ നമ്പർ കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. ആ നമ്പറാണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഇല്ലാത്ത ആളുകൾ ഈ നമ്പർ തന്നെ ഗൂഗിൾ പേ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാം. അല്ല ആപ്പിലൂടെ ഡയറക്റ്റ് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. ആപ്പിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇന്നും നാളെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് പുസ്തകം അയക്കാൻ വേണ്ടി നിങ്ങളുടെ അഡ്രസ്സ് അയക്കും വേണം കേട്ടോ. ഫീസ് 1 ടൈം പേയ്മെന്റ് ആണ്. ഇതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം. ഇനി വാട്സപ്പിലേക്ക് നിങ്ങൾ LDC ജോയിൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരാം. ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചുതരാം കേട്ടോ. സാർ പറഞ്ഞപ്പോൾ പഠിക്കാൻ ഒരു പവർ കൂടി. വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം കേട്ടോ. ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ പഠനം കേട്ടോ. റാങ്ക് ഫയൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾ എനിക്ക് റാങ്ക് ഫയൽ മാത്രം വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, 900 രൂപ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. നിങ്ങളുടെ അഡ്രസ്സ് അയച്ചാൽ മതി. 900 രൂപ ഇപ്പം ഞാൻ മുകളിൽ അയച്ച പേയ്മെന്റ് അയച്ച നമ്പറിലേക്ക് അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആ നമ്പർ തന്നെ അയക്കുക. LDC PYQ റാങ്ക് ഫയലിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആ നമ്പറിലേക്ക് അയക്കാം കേട്ടോ. ബേസ് മുതൽ തന്നെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക കേട്ടോ. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണടാ. സാർ PSC പ്രൊഫൈലിൽ അഡ്രസ്സ് മാറ്റി കൊടുക്കാൻ കഴിയും. അഡ്രസ്സ് മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ PSC ഓഫീസിലേക്ക് പോയാൽ മതി കേട്ടോ. ഈ ചോദിച്ച ആളിപ്പോൾ ലൈവിൽ ഉണ്ടോന്ന് അറിയില്ല. മറ്റുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ പോവാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾ മറക്കുക, യൂസർ ID മറക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതേ സെയിം ഫോൺ നമ്പർ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫോർഗെറ്റ് ചെയ്യാം. OTP വഴി നിങ്ങൾക്ക് ഫോർഗെറ്റ് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം കിട്ടും. ഇനി അങ്ങനെ അതൊന്നും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നേരെ PSC ഓഫീസിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയുടെ PSC ഓഫീസിലേക്ക് പോയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ് കേട്ടോ.
മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടടാ? ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അടുത്ത LDC റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ എത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ പഠനം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ എല്ലായ്പ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ദിവസവും നിങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. ഇന്നലെ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ ദിവസവും മികച്ച രീതിയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്ത് വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു ചിരി പടർത്തി നിൽക്കാനും ആൾക്ക് സന്തോഷം നൽകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അവസാനിപ്പിക്കാം കേട്ടോ. താങ്ക് യു ഓൾ.